ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകളുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ വീണ്ടും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. വളരെ സവിശേഷമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ഫൈസൽ എന്നാണ്, ഫൈസൽ CA, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ജീവിയാണ്. നമുക്ക് മനുഷ്യനെ മനസ്സിലാക്കാതെ, മനുഷ്യനുമായിട്ട് സഹവസിക്കാതെ, നമ്മുടെ അടുത്തുള്ള ആളുകളെ മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വിശേഷിച്ചും ഇന്നത്തെ സാങ്കേതിക വിദ്യയൊക്കെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഈ വളരുന്നതിനോടൊപ്പം സങ്കീർണമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് തീർച്ചയായിട്ടും മനുഷ്യനെ കൂടുതൽ അടുത്തറിയാനും മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാനും സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആളുകൾ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരു കാര്യമാണ് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ചേർത്ത് പിടിക്കലിനെ മനുഷ്യന്മാരുമായിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ രൂപപ്പെടുന്നിടത്ത് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റണം. വിശേഷിച്ചും നമ്മളെപ്പോലെ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉണർന്നിരിക്കുക, അല്ലെ? എവിടെയാണോ, ആരെയാണോ നമുക്ക് സഹായിക്കാനുള്ളത്, ആരുടെ വാക്കുകളാണോ നമുക്ക് കേൾക്കാനുള്ളത്, ആരെയാണോ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് പിടിക്കേണ്ടത്, ആർക്കാണോ കുറച്ച് സഹായം നൽകേണ്ടത്, ഇങ്ങനെ തുടങ്ങി മനുഷ്യന്മാര് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകുമ്പോൾ നമ്മളെപ്പോലെയുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലുകൾ കൂടുതൽ ഉറക്കമൊഴിച്ച് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതൊരു പാഷനായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന്റെ ഭാഗമായിട്ട് വിശേഷിച്ചും സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലും അതേപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടുകളിലുമൊക്കെ അത്തരത്തിലുള്ള ഒത്തിരി കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പാരൻസിനെയും നമുക്ക് കാണാറുണ്ട്. ഇതിലൊരു പക്ഷേ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടാകാം, സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാകാം, കൗൺസിലേഴ്സ് ഉണ്ടാകാം, പാരൻസ് ഉണ്ടാകാം, അങ്ങനെ ഒത്തിരി ആളുകൾ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഇവിടെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, ആ കുട്ടികളുടെ പാരൻസ്, അവരുടെ മാതാപിതാക്കൾ, രക്ഷാകർത്തുക്കൾ, അവരുടെ ഒരു ജേണി, അവരെ നമ്മൾ തീർച്ചയായിട്ടും അവർക്കുള്ള ഒരു ഐക്യദാർഢ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പക്ഷെ നമ്മളിൽ ആർക്കും പലർക്കും അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് അടുത്തറിയുകയോ അതല്ലെങ്കിൽ അവരുമായിട്ട് സഹവസിക്കേണ്ടി വരികയോ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കുട്ടികളെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ കുട്ടികളുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കളുടെ ഒരു യാത്ര, അവരുടെ ജീവിതത്തിന്റെ ഒരു ഗതി, പിന്നെ അവരുടെ ജീവിതത്തിന്റെ ക്രമം എങ്ങനെയാണ്, അവരെന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഈ കുട്ടികളോടുള്ള യാത്രയിൽ അവര് അനുഭവിക്കുന്ന അവരുടെ അനുഭവങ്ങളും, അതേപോലെ തന്നെ അത്തരം അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർ ആർജിച്ചെടുക്കേണ്ട ഇമോഷണലി, ഫിസിക്കലി, സോഷ്യലി ഒക്കെ ആർജിച്ചെടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ആവുക, നമ്മളൊന്ന് അവെയർ ചെയ്യുക എന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ചർച്ച നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ച ലീഡ് ചെയ്യുന്നത്, ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ വർഷ മേമാണ്. വിംബിൾ അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾക്ക് ലീഡ് ചെയ്യുന്ന, അതേപോലെ തന്നെ കൗൺസിലിങ്ങിനും റെമഡിയൽ ട്രെയിനിങ്ങിനും ഒക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ വർഷ EV, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറുമായിട്ടുള്ള എറണാകുളം എടപ്പള്ളി വടുതല സ്വദേശിയായിട്ടുള്ള വർഷ മേമാണ് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത്. മാമിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അപ്പോൾ മാമിന്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു മനോഹരമായിട്ടുള്ള സെഷൻ ആയിരിക്കും. അപ്പൊ എല്ലാവരും
ഈ സെഷൻ സാഗൂതം കേൾക്കുകയും ഈ ഒരു സെഷനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇത്തരണത്തിലുള്ള ഒരു വെബിനാറിൽ നിങ്ങളെല്ലാവരും ഇവിടെ പങ്കെടുത്തതിൽ, നിങ്ങളുടെ ഒരു സമയം, ഇന്നത്തെ ദിവസത്തിലെ 1 മണിക്കൂർ സമയം ഈ ഒരു വെബിനാറിന് വേണ്ടി മാറ്റിവെച്ചതിൽ നിങ്ങളെ പ്രത്യേകം പ്രശംസിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർഷ മെമനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. വർഷ മാം, പ്ലീസ്. താങ്ക് യു സർ. Hi all, good evening. Good evening, ma'am. Good evening. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫൈസൽ സാർ ഓൾറെഡി പറഞ്ഞു. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കിഡ്സിന്റെ കൂടെ നമ്മൾ അധികം സമയം ചിലപ്പോൾ ചെലവഴിച്ചിട്ടുണ്ടാവില്ല അല്ലെ. പക്ഷെ അവരുടെ പാരന്റ്സ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ഓക്കെ, ഇങ്ങനെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള ഒരു മോളുണ്ട്, മോളുടെ അച്ഛനാണ് പോകുന്നത്, അങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ചില കടകളിലൊക്കെ പോകുമ്പോൾ അവരങ്ങനെ പറയുന്നതൊക്കെ നമ്മൾ കേട്ട് കാണും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ തന്നെ ആർക്കെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ പാരന്റ്സ് ഉണ്ടാവാം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്നറിയോ, ചില ആളുകള് അവര് കടന്നു പോകുന്ന ആ വഴിയുണ്ടല്ലോ, അവര് കടന്നു പോകുന്ന ആ ഒരു ജേർണി, ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, ഓക്കെ, ഞാൻ സ്പെഷ്യലി ഏബിൾഡ് എന്ന് ഇനി എടുത്തു പറയില്ല, കുട്ടികൾ, ഓക്കെ, അങ്ങനെയായിരിക്കും ഞാൻ പറയാം. ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ പരിചരിക്കാൻ അവര് പോകുന്ന ഒരു ജേർണി ഉണ്ട്. അവര് കടന്നു പോകുന്ന ആ ഒരു വഴി അല്ലെങ്കിൽ ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ നമ്മള് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കരുതേ ഇത് ഇത്ര വലിയ പണിയാണോ, അവര് എന്താ ഇങ്ങനെ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവാ, അല്ലെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്രയല്ലേ ഇതിൽ വരുന്നുള്ളൂ, അല്ലാതെ ഇവർക്ക് എന്ത് കാര്യം അല്ലെങ്കിൽ എന്ത് ടെൻഷൻ അനുഭവിക്കാന്നൊക്കെ ഈ പറയുന്നേ, അങ്ങനെ പറയുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവര് കടന്നു പോകുന്ന വഴി അത്ര സിമ്പിൾ ഒന്നും അല്ല. ഓക്കെ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പോ ചില പാരന്റ്സ് നമുക്ക് കാണാം ഭയങ്കരമായിട്ട് സന്തോഷായിട്ട്, ഭയങ്കരമായിട്ട് എന്താ പറയാ, എല്ലാ പരിപാടികളിലൊക്കെ വന്ന് ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുന്ന പാരന്റ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റേ. അപ്പൊ ചിലര് കരുതും, കണ്ടോ അവർക്ക് അത്രേ ഉള്ളൂ, നമുക്ക് അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. ശരിയാ, ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ഒരാൾക്ക് ഒരു രീതി ആയിരിക്കാം, മറ്റാൾക്ക് വേറെ രീതി ആയിരിക്കാം. നമുക്ക് ഈ പ്രശ്നങ്ങൾ, ഓരോ ആളുകളുടെയും പ്രശ്നങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു റിസൾട്ട് കിട്ടില്ല. കാരണം ഓരോ ആളുകളും സഫർ ചെയ്യുന്നത് ഡിഫറെന്റ്ലി ആണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്ന ഇവർ ഈ കടന്നു പോകുന്ന ജേർണി അതെങ്ങനെയായിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പാരന്റ്സ് ആണെങ്കിൽ ഇത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കടന്നു പോയ ആ വഴികൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ കൂടെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്കും അൺമ്യൂട്ട് ചെയ്ത് ഇതിനോട് കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവര് കടന്നു പോകുന്ന അല്ലെങ്കിൽ അവര് ഫേസ് ചെയ്യുന്ന എന്തോരം പ്രശ്നങ്ങളാണ്, എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് എന്താ പ്രശ്നം, അവരെപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കണേ, അവരുടെ കൊച്ചിനെ അവര് നോക്കുന്നു, അതിനിപ്പോ എന്താ, ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ കാണും. അപ്പൊ അത് വരരുത്. നമ്മൾ എവിടെയാണോ കെയർ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, അങ്ങനെയുള്ളവര് അവര് ചിലപ്പോ ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരാളെങ്കിലും എന്റെ കാര്യം മനസ്സിലാക്കി എന്നെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് മനസ്സിലാക്കിയെങ്കിലെന്ന് അവര് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് അറിയുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരൊന്ന് ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറയട്ടെ ഞാൻ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? യെസ് മാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഒരാളുടെ ഒരു ലൈഫ് സ്റ്റോറി ഞാൻ പറയാം. അപ്പോ അതിങ്ങനെയാണ്, ഒരു അമ്മയുടെ കാര്യമാണ്. ഓക്കെ, അമ്മ ഒരു വൈഫ്. ഓക്കെ, അപ്പോ ഈ ഒരു പെൺകുട്ടി കോളേജ് ലൈഫ് മുതൽ ഒരാളെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ സ്നേഹിച്ച ആളെ തന്നെയാണ് കുറെ അധികം നാള് സ്നേഹം നിന്നിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, വീട്ടിൽ സമ്മതിക്കോ, വീട്ടിൽ ഇനി എല്ലാരും എന്തായിരിക്കും പറയാൻ പോകുന്നത്, കുറച്ചിട്ട് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, വീട്ടിലൊക്കെ സമ്മതിച്ചു. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് വീട്ടിൽ ആ മാരേജ് പ്രപ്പോസൽ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ വിവാഹം നടന്നു.
വിവാഹം നടന്ന ആ ഒരു ദിവസം മുതല് അവര് കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ അവരുടെ ഫാമിലിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ? സാധാരണ അങ്ങനെ തന്നെയല്ലേ? ഒരു കല്യാണം കഴിച്ച് കഴിയുമ്പോഴേക്കും കല്യാണം കഴിച്ച ആ ഒരു സമയം തുടങ്ങി നമ്മൾ ആലോചിക്കുക ആ ഫാമിലി ലൈഫ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മാരേജ് ചെയ്യുന്ന സമയം തന്നെ ഒക്കെ എനിക്കൊരു കുഞ്ഞുണ്ടാവും, അപ്പൊ കുഞ്ഞിനെ ഞാൻ എങ്ങനെയൊക്കെ ആയിരിക്കും കളിപ്പിക്കുക, അല്ലെങ്കിൽ ആരാക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ തന്നെ ഈ മാരേജിന്റെ സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ ഇതുപോലെ ഈ പെൺകുട്ടിയും ഇങ്ങനെ കുറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ കല്യാണത്തിന്റെ സമയത്ത്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ആള് പ്രഗ്നന്റ് ആയി. പിന്നെ ഡെലിവറി കഴിഞ്ഞു. ഒരു മിടുക്കനായ ഒരു ആൺകുട്ടിയാണ് ജനിച്ചത്. ആള് ജനിച്ച് ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നോർമൽ ആയിട്ട് തന്നെ. കാരണം ഇവരുടെ ഫാമിലിയിൽ ഇങ്ങനെ കുട്ടിക്ക് സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇവരുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ആരും അത് ഐഡന്റിഫൈ ചെയ്തില്ല. ഓക്കെ, അവരങ്ങനെ സാരില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നു. കാരണം ബാക്കി വലിയ കുഴപ്പമൊന്നും അവർക്ക് തോന്നില്ല. കുഞ്ഞു കുട്ടിയല്ലേ, ഫസ്റ്റ് ചൈൽഡാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് കണ്ടെത്താനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ആൾക്ക് 3 വയസ്സായി. 3 വയസ്സായപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് എന്താ പറയാ, ആ ഒരു പ്രായത്തില് സംസാരിക്കേണ്ട വാക്കുകൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഇപ്പോഴും ചില ശബ്ദങ്ങൾ മാത്രമാണ് ആൾ ഉണ്ടാക്കുക. എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ പോലും അതൊന്നും പറയാനൊന്നും ശ്രമിക്കുന്നില്ല. ചിലപ്പോ അമ്മയുടെ ഈ പറഞ്ഞ ആ പെൺകുട്ടിയുടെ ഡ്രസ്സിൽ ഒന്ന് വലിക്കും, എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമാണെങ്കിൽ. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടി ചെയ്തുകൊണ്ടിരുന്നത്, 3 വയസ്സുള്ള കുട്ടി ചെയ്തത്. അപ്പോ ഇവരുടെ ഈ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവർ പറഞ്ഞു, നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു സ്പീച്ചിൽ പ്രശ്നം വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്കൊന്ന് ഡോക്ടറിനെ കാണിച്ചേക്കാന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയത്. അപ്പൊ ഡോക്ടറിന്റെ അവിടെ പോയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത്, ഡോക്ടർ കുറെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, അസസ്മെന്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്നതാണെന്നുള്ളത് ഈ പാരന്റ്സിനോട് പറഞ്ഞു. ഓക്കെ, ഇത് കേട്ട് ഇവര് ആ ഡോക്ടറിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയ സമയം അവർക്കത് ശരിക്കും പറഞ്ഞാൽ ഫുൾ തകർന്നു പോകുന്ന പോലെയായിരുന്നു. ഒട്ടും തന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അവിടെ ആ ഡോക്ടർ ആ സമയത്ത് പറഞ്ഞത്. ഇവർക്ക് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവർക്കുള്ളിലേക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഒരിക്കലും ഇവർ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് പറഞ്ഞത്. അവരാണെങ്കിൽ കുറെ അധികം സ്വപ്നങ്ങൾ, ആള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കുറെ അധികം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആവണം, മോനെ ഇന്ന ആളാക്കണം, അല്ലെങ്കിൽ മോളാണെങ്കിൽ ഇന്ന പേരിടണം, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡോക്ടർ ഇത് പറഞ്ഞ സമയം എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ സ്വപ്നങ്ങളും പെട്ടെന്ന് ഇല്ലാതായ പോലെ തോന്നി. കുറെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ രണ്ട് പാരന്റ്സ് എന്ത് ചെയ്തില്ല, പുറമെ അത് കാണിച്ചില്ല, ഉള്ളിൽ ഒതുക്കി തന്നെ വെച്ചു. കുറെ ദിവസം ഇങ്ങനെ തന്നെ പോയി. ആദ്യം ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് ദേഷ്യമായി, പിന്നെ സങ്കടമായി. അങ്ങനെ കുറെ അധികം പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വന്നപ്പോഴേക്കും അവര് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, മാഡം ഞാൻ ഒരു ദിവസം ഞാൻ എന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. ആ സമയം എന്തോ ഞാൻ ഇത്രയും നാള് അവന്റെ കണ്ണിൽ കാണാത്ത എന്തോ ഒരു തിളക്കം ഞാൻ അന്ന് കണ്ടു എന്നാണ് ആ ഒരു പാരന്റ് നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം അവര് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു, ശരിയാണ്, ഞാൻ കുറെ അധികം സ്വപ്നങ്ങൾ കണ്ടിരുന്നു, ഇന്ന ആളാക്കണം, ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലായി ആ സ്വപ്നങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല, അതൊന്നും നടക്കില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇപ്പോ ഈ ഒരു നിമിഷം ഞാൻ തിരിച്ചറിയുന്നത് മറ്റെന്തോ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ഇനിയുണ്ട്. ഓക്കെ, നേരത്തെ കണ്ട സ്വപ്നങ്ങളല്ല, അതില് വ്യത്യസ്തമായ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യിപ്പിക്കുക, അത് തന്റെ മോന് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ്, ആ ഒരു ഹോപ്പ് ഈ പാരന്റിന് എന്ത് പറ്റി, ഈ കുഞ്ഞിന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോഴേക്കും ആ ഒരു തിളക്കം കണ്ടപ്പോഴേക്കും ഫീൽ ചെയ്തു എന്നാണ് ഈ പാരന്റ് നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം ഈ പാരന്റ് എന്ത് ചെയ്തു, ഈ മോന് വേണ്ടി, അപ്പൊ അത്രയും നാൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എന്താ അവർക്ക് അക്സെപ്റ്റൻസിന്റെ പ്രശ്നമൊക്കെ വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് തെറാപ്പീസ് എടുക്കാനും വൈകി. കാരണം ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഡോക്ടറിന്റെ പ്രശ്നമായിരിക്കും, അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നീടാണ് അത് അക്സെപ്റ്റ് ചെയ്തത്. അപ്പോ തെറാപ്പി കുറച്ച് വൈകിയാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്നാൽ പോലും ആ ഒരു അമ്മയുടെ ഉള്ളിൽ വന്ന ഒരു പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ വാക്കുകളാണ് ഞാനിപ്പോ പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, മാം ഞാൻ ഇനി എന്റെ മോനെ ഏറ്റവും നല്ലൊരു പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കും. ഓക്കെ, എന്താണോ അവന് കേപ്പബിൾ ആയിട്ടുള്ളത് അത് ഞാൻ അവനിൽ ചെയ്യും. എനിക്ക് എത്ര സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും. ഇനി ഞാൻ തളർന്ന് നിൽക്കില്ല, ഞാൻ
ഹോപ്പ്ഫുൾ ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. എന്തൊക്കെ നെഗറ്റിവിറ്റി വന്നാലും ഇതൊന്നും ഞാൻ നോക്കില്ല, ഞാൻ എന്റെ മോന് വേണ്ടി എന്റെ മാക്സിമം ഞാൻ നിൽക്കും. ഓക്കെ, അത് ആര് കൂടെ ഇല്ലെങ്കിൽ പോലും ഞാൻ നിൽക്കും എന്നുള്ളതായിരുന്നു അമ്മയുടെ മറുപടി. അത് ശരിക്കും നമ്മുടെ അടുത്ത് വന്ന ഒരു ക്ലയന്റിന്റെ ഒരു കാര്യമാണ്. മേ ബി ഇതുപോലെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ഇതേ തീരുമാനത്തോടു കൂടി മുൻപോട്ട് പോകുന്ന പാരന്റ്സ് ആയിരിക്കാം ചിലപ്പോ ഈ മീറ്റിംഗിൽ അല്ലെങ്കിൽ ചിലപ്പോ ഈ ഒരു സെഷനിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഇനി നമ്മൾ അറിയാൻ പോകുന്ന ചില പാരന്റ്സിന്റെയും അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരുപാട് സ്വപ്നങ്ങളായിട്ട് തന്നെ ആയിരിക്കും അവർ അവരുടെ മാരേജ് ലൈഫിലേക്കും അവരുടെ ആ ഫുൾ പ്രതീക്ഷ, പ്രഗ്നൻസി ജേർണി, ഇതൊക്കെ അവരങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്താ പറയാ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെ, അങ്ങനെ ആയിരിക്കും ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഇവര് ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ നമുക്കിനി ഇവര് പോകുന്ന ആ ജേർണി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ആദ്യം പറയേണ്ട കാര്യം, ഇവര് പോകുന്ന ഒരു ഇമോഷണൽ ജേർണി ഉണ്ട്. ഓക്കെ, നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ നമ്മളുടെ നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സങ്കടത്തിനെ പ്രോസസ് ചെയ്യുന്ന പല സ്റ്റേജസ് നമുക്ക് ഉണ്ടാവും. അതുപോലെ ഇതുപോലുള്ള ഒരു പ്രശ്നം വരുമ്പോ ഓക്കെ, അപ്പൊ അവരുടെ ലൈഫിൽ എന്താ സംഭവിച്ചേ, അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ സ്വപ്നം തകർന്നത് പോലെയാണ് അവർക്ക് ആ ഒരു നിമിഷം തോന്നിയത്. പക്ഷെ അത് ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തെ ബാധിക്കുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? ഒരിക്കലും ഇല്ല മാം. യെസ്, ഒരിക്കലും ബാധിക്കില്ല. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തവര് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇടണേ. ഓക്കെ, അപ്പൊ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന് ബാധിക്കില്ല. പക്ഷെ അവർക്ക് ബാധിക്കുന്നത് അവർക്ക് സെൽഫായിട്ട് തന്നെ അനുഭവിക്കേണ്ടി വരുന്ന കുറെ സ്ട്രഗിൾസ് ആണ്. അതൊരിക്കലും കുഞ്ഞിനോടുള്ള സ്നേഹത്തിനല്ല അഫക്ട് ചെയ്യുന്നത്. ഇവര് സെൽഫായിട്ട് ഇവർക്ക് തന്നെ വരുന്ന ഒരു ഇമോഷണലി ഇവർ അഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവര് കടന്നു പോകുന്ന, നമ്മളിതിനെ ഇമോഷണൽ ജേർണി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റേജസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ സ്റ്റേജസ് പോകുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഷോക്ക് ആൻഡ് ഡിസ്ബിലീഫ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, ഒരു ഇപ്പൊ നമ്മൾ ഈ കേട്ട ഈ ഒരു കേസിലെ പോലെ ഫസ്റ്റ് ഈ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്നാണോ നമ്മൾ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഷോക്കിംഗ് ആയിരിക്കും അല്ലെ. അതുപോലെ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ സ്റ്റേജസ് പോവാന്നുള്ളതാണ് പറയാ. ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ടോട്ടലി ഡിറ്റാച്ച് ആയ പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. ഓക്കെ, അതെ, കറക്റ്റ് ആണ്. അപ്പോ നമുക്ക് എന്താ ഫീൽ എന്ന് വെച്ചാൽ ഇതൊന്നും സത്യമില്ലാത്ത പോലെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ഓക്കെ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഓരോ പാരന്റ്സ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാറിൽ പറയുന്നത് കേട്ടോ. അപ്പോ ഇത് സത്യമൊന്നല്ല എന്നായിരിക്കും ആദ്യമായിട്ട് പാരന്റ് തോന്നുക. ഡോക്ടറിന് മാറിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ അവർ അസസ്മെന്റ് ചെയ്തതിൽ ബുദ്ധിമുട്ടാണ്, വേറെ കുഞ്ഞുങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ, പിന്നെ എന്താ എന്റെ കുഞ്ഞിന് പ്രശ്നമുള്ളത്, ഇവരിതെന്താ ഈ പറയുന്നത്, അങ്ങനെയുള്ള ഷോക്ക് ആയിരിക്കും ഫസ്റ്റ് അവർക്ക് വരുന്നത്. ചിലപ്പോ നമ്മൾ വിചാരിക്കും ചിലപ്പോ വേറെ ആരുടെയോ ആയിരിക്കും പറയുന്നത്, ഡോക്ടറിന് മാറിപ്പോയതാ, അല്ലാതെ ഇങ്ങനെ എന്താ പ്രശ്നം, കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, കുഞ്ഞു ഓടി നടക്കുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം. ഓരോ കുഞ്ഞുങ്ങൾക്കും പല രീതിയിലാണല്ലോ ഡിസബിലിറ്റീസ് ഒക്കെ കാണിക്കുന്നത് അല്ലെ. അപ്പോ അവരാദ്യം തന്നെ അവർക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഷോക്ക് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഷോക്ക് ആയിരിക്കും. പിന്നീട് ഇവർക്ക് വരുന്ന ഒരു സ്റ്റേജ് ആണ് ഡിനയൽ. ഡിനയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എന്നൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എപ്പോഴും ഏത് കേസ് എടുത്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ പറഞ്ഞാലും നമുക്ക് പറ്റണം, നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ അതിനാണ് മെയിൻ. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി, രണ്ടാമത്തെ സ്റ്റേജ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതാണെന്ന് നമുക്ക് മനസ്സിലായി, പക്ഷെ അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കില്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്താ കരുതാന്ന് വെച്ചാൽ നമ്മൾ ആ സിറ്റുവേഷനെ മിനിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, കുഞ്ഞിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടർ പറയാണ്, അതിന്റെ സ്റ്റേജ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും ആ ഒരു സമയത്ത് നമ്മളുടെ ഇമോഷണലി നമ്മളുടെ പ്രശ്നം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ് ആണല്ലോ അല്ലെ, നമുക്ക് ആ ഒരു ടെൻഷൻ വന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സ് അതിനെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷനെ മിനിമൈസ് ചെയ്യാനാണ് മനസ്സ് നമ്മളോട് പറയാ. അത് ഇത്ര വലിയ സ്റ്റേജ് ആണെന്ന് പറഞ്ഞാലും നമ്മളുടെ ഉള്ളില് ഇത് ചെറുതാ, ഇതിപ്പോ തന്നെ മാറിപ്പോയിക്കോളും, അല്ലാണ്ട് ഇതിങ്ങനെ കുറെ നാളൊന്നുമില്ല, ഇതിപ്പോ 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ശരിയാവും, അങ്ങനെ ഒരു ഫീൽ ആയിരിക്കും ഈ ഒരു ഡിനയൽ സ്റ്റേജിൽ അവര് ഉണ്ടാവുക.
അതുപോലെ ഹെൽപ്പ് എടുക്കാനൊക്കെ കുറച്ച് ലേറ്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു അവര് തെറപ്പിക്ക് എടുക്കാൻ ലേറ്റ് ആയി. കാരണം അവര് കടന്നുപോയ സ്റ്റേജിൽ ഡിനയലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. കാരണം അവര് ഹെൽപ്പ് എടുക്കാൻ റെഡി അല്ല. കാരണം അവര് എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനും, അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് പറ്റി, ഹെൽപ്പ് സീക്ക് ചെയ്തില്ല. അതുപോലെ അത് തന്നെ മാറിക്കോളും, അല്ലാണ്ട് അതിന് വേറെ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു മെന്റൽ ഇതിലേക്കായിരിക്കും നമുക്ക് പോകാൻ പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ആങ്കർ. അത് ദേഷ്യമായിരിക്കും. ഓക്കെ, ദേഷ്യത്തിന്റെ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇപ്പൊ നമ്മൾ കുറച്ച് വിശ്വാസികളൊക്കെ ആണെങ്കിൽ നമുക്ക് ദൈവത്തിനോട് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇനി ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കില്ല, കാരണം ഇത്രയും നാള് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താ ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫ് എനിക്ക് തരാൻ കഴിഞ്ഞോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിങ് വരും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വിശ്വാസികളാണെങ്കിൽ അങ്ങനെ ഒരു ദേഷ്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനോട്, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോട്, അല്ലെങ്കിൽ വൈഫിന്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് വൈഫിനോട് ഇങ്ങനെ തമ്മിൽ എന്തായിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും. അല്ലെങ്കിൽ വേറെ ആർക്കും ഇങ്ങനെ ഇല്ലല്ലോ, എനിക്ക് മാത്രമല്ല ഇങ്ങനെ ഉള്ളത്, അല്ലെങ്കിൽ നീ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ചിലപ്പോൾ വൈഫ് പറയാൻ സാധ്യതയുള്ള കാര്യം, പ്രഗ്നന്റ് സമയത്ത് എന്നെ മര്യാദക്ക് നോക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായത്. അപ്പോ ഇതേപോലുള്ള ഒരു ആങ്കർ സ്റ്റേജിലോട്ടായിരിക്കും നെക്സ്റ്റ് പോവുക. അപ്പൊ ഫസ്റ്റ് വരുന്ന സ്റ്റേജ് ഏതായിരുന്നു? ഷോക്കും ബിലീഫാണ് അവർ കടന്നു പോകുന്നത്. പിന്നെ ഡിനയൽ ആണ്. പിന്നെ അവർ കടന്നു പോകുന്ന സ്റ്റേജ് ആങ്കർ ആണ്, ദേഷ്യമാണ്. പിന്നെ ഉള്ളതാണ് ബാർഗെയിനിങ്. ഇതിൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ഇപ്പോ നേരത്തെ നമ്മൾ വിശ്വാസികളെന്ന് എടുത്ത് പറയാൻ കാരണം, ഇതിൽ വിശ്വാസം ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. നമ്മൾ ഈക്വലി എല്ലാവരും റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ വിശ്വാസികളാണെങ്കിൽ അവരെങ്ങനെയാ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയും, ഞാൻ ഞാൻ ഇതുപോലെ ചെയ്തു തരാം, നീ എന്റെ കുഞ്ഞിന്റെ അസുഖം മാറ്റാണെങ്കിൽ, അല്ലെങ്കിൽ നീ എന്റെ കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് മാറ്റാണ്. നമ്മളിടക്ക് പറയില്ലേ, എന്റെ തലവേദന മാറ്റി തന്നാ ഞാൻ ഇങ്ങനെ ചെയ്യാന്നൊക്കെ ചിലരെങ്കിലും പറയുമല്ലോ. ഇതേപോലെ എന്റെ കുഞ്ഞിന്റെ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റി തരാണെങ്കിൽ ഞാൻ ഇതുപോലെ ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനോട് പറയുന്ന ആളുകൾ ഉണ്ടാവാം. ചിലരെന്ത് ചെയ്യും, ഡോക്ടേഴ്സിനെ പോയി കാണും. എന്നിട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് 3 മാസത്തെ സമയം തരാം, ഈ 3 മാസത്തിന്റെ സമയത്തിനുള്ളിൽ എന്റെ കുഞ്ഞിനെ ഒന്ന് മാറ്റി പൂർണ്ണാവസ്ഥയിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നത് തരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രകൃതിനോടായിരിക്കാം നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മളോട് തന്നെ ഓക്കെ, നിന്നെക്കൊണ്ട് പറ്റുന്നേ, നീ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ശരിയാക്കി എടുക്കാം. അല്ലാണ്ട് നമ്മൾ ഈ തെറാപ്പിക്കോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകണ്ട. ജസ്റ്റ് ഒരു 2 ദിവസം നീ ഫുൾ ആയിട്ട് ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നീ ഒന്ന് ഉപവസിക്കുക, അല്ലെങ്കിൽ നീ ഇന്ന സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ നീ ഇന്ന പോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവും. അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ബാർഗെയിനിങ് ഇതിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജ് ആണ് ഡിപ്രഷൻ. ഈ പറയുന്ന എല്ലാ സ്റ്റേജസിലൂടെയും ഈ പാരന്റ്സ് കടന്നു പോകും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം. ഓക്കെ, കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അവര് സ്ട്രെയിറ്റ് അവേ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ പാരന്റ്സ് ഓക്കെയാണ്. അപ്പൊ അതിനർത്ഥം അവര് ആ ഒരു കുഞ്ഞിന്റെ ന്യൂസ് അറിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഡയഗ്നോസ്ഡ് ആയ സമയത്ത് തുടങ്ങി അവരിങ്ങനെ ആണെന്നല്ല. അവര് ഇത്രയും സ്റ്റേജസ് കടന്നു വന്നിട്ടാണ് ഇപ്പോഴും അവര് ആ സ്ട്രെങ്തില് ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ബാർഗെയിനിങ് കഴിഞ്ഞു പോകുന്ന സ്റ്റേജ് ആണ് ഡിപ്രഷൻ. അപ്പൊ ഇതിലെങ്ങനെയായിരിക്കും, സങ്കടമായിരിക്കും അല്ലെ? കാരണം നമുക്ക് അറിയില്ല, ചിലതൊക്കെ നമ്മളെ കൺട്രോളിൽ നിൽക്കും, പക്ഷെ ചിലതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ കൺട്രോളിൽ ആവാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആലോചിച്ച് നമുക്ക് ആകെ തകർന്നു പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിലൊക്കെ പോകും, പ്രതീക്ഷ അറ്റുപോകും. ഇത്തിരി ഹോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടാവില്ല. ഇനി എന്ത് ചെയ്യും എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോ എനിക്കൊരു എക്സാം ഉണ്ടെന്ന് വിചാരിച്ചോ, വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ട്, ഞാൻ ഒട്ടും പഠിക്കാതെ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയേ അറിയില്ല, ഞാൻ ഇന്ന് പോയിട്ട് എനിക്ക് ബോർഡ് എക്സാമിന് പോയിരിക്കണം എന്നാണെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തോരം ടെൻഷൻ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്തോരം എന്താ പറയാ, നമ്മള് ഇത്രയും നാളത്തെ പഠിത്തം തന്നെ ഇല്ലാണ്ടായ പോലെയൊക്കെ തോന്നില്ലേ? അതൊരു ചെറിയ വേർഷനാ ഇതിന്റെ. ഇത് അതിനേലും എത്രയോ മടങ്ങുള്ളതാ അല്ലെ? നമുക്ക് പ്രതീക്ഷ ഉണ്ടാവില്ല നമ്മളിത് എങ്ങനെ ഇനി ഇത് മുമ്പോട്ട് പോവാ, കാരണം നമ്മൾ ഒട്ടും അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ജീവിതം അല്ല നമുക്ക് ആ ഒരു സമയം കിട്ടിയിരിക്കുന്നതെന്നുള്ളൊരു ഫീൽ, അത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നേ. പിന്നെ എവിടേക്കോ ഒരു ഭയങ്കര ലോസ് ഫീൽ ചെയ്യും. അത്രയും നാള് നല്ല ഹാപ്പി ആയിട്ട് ഭയങ്കര ചുറുചുറുക്കോടെയൊക്കെ നടന്ന ആളുകൾക്ക് പെട്ടെന്നായിരിക്കും ഭയങ്കര ഡൗൺ ആയിപ്പോകും. നമുക്ക് എന്താ പറയാ, നമ്മളെ തന്നെ പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ പോവാ. കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ആവും.
ചിലപ്പോ നേരത്തെയൊക്കെ ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്തിരുന്ന ആളാന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ആള് ശരിയായ സമയത്ത് ഭക്ഷണം കഴിച്ചു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടിലായിരിക്കും അവർ കടന്നു പോവുക. പിന്നെ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം, പെട്ടെന്ന് ഇവര് ഡിസ്കണക്റ്റഡ് ആവും, മറ്റുള്ളവരിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവും. കാരണം മറ്റുള്ളവർക്ക് ഇത് വന്നില്ലല്ലോ, നമുക്കല്ലേ വന്നത്. അപ്പൊ എനിക്ക് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ എന്നുള്ളൊരു തോന്നല് വന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യും, നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ അതാണ് ഡിപ്രഷൻ സ്റ്റേജിൽ ഉണ്ടാവുന്നത്. പിന്നെയുള്ള സ്റ്റേജ് ആണ് അക്സെപ്റ്റൻസ്. ഈ അക്സെപ്റ്റൻസ് സ്റ്റേജിലാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാരന്റ്സ് ഇപ്പോ ഉള്ളത്. കാരണം അവർക്ക് മനസ്സിലായി അവര് ഇത്രയും അവർക്ക് എന്താ പറയാ ഡിപ്രഷനിലായതുകൊണ്ടൊന്നും ഒരു ചേഞ്ചസും അവരുടെ കുഞ്ഞിൽ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഫൈനലി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാ. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത്രയും നാള് നമ്മളെ ഫുൾ എനർജി ഒക്കെ ഡ്രെയിൻ ആയിപ്പോയി. പക്ഷെ അക്സെപ്റ്റ് ചെയ്ത ആ ഒരു നിമിഷം മുതൽ എന്ത് പറ്റും, ആ സ്ട്രെങ്ത്തിനെ റീഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. അവർ ഇമോഷണൽ സ്ട്രെങ്ത് എന്തൊക്കെയാണോ അവരുടെ കരുത്തുകൾ ഉള്ളത് അത് അവർ കണ്ടുപിടിക്കും, അത് അവർ റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഏതൊരു ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും അവരത് അച്ചീവ് ചെയ്യുമ്പോഴേക്കും എന്താണ്, അവർ അതിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങും. കാരണം ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പാരന്റ്സും, നമ്മൾ കാണുന്ന പാരന്റ്സ് ഒക്കെ തന്നെ ഈ അക്സെപ്റ്റൻസ് സ്റ്റേജിലാണെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഇവരെപ്പോഴും ഇങ്ങനെ ആയിരിക്കുന്നുണ്ടോ? ഇല്ല. ഈ അക്സെപ്റ്റൻസ് സ്റ്റേജിൽ നിന്ന് എപ്പോ വേണമെങ്കിലും ഇവർക്ക് ഏതൊക്കെ സ്റ്റേജിലേക്ക് പോവാ, ഡിപ്രഷനിൽ പോവാ, ബാർഗെയിനിങ്ങിലേക്ക് പോവാ, ഷോക്കിലേക്ക് പോവാ. ഈ സ്റ്റേജിൽ നിന്ന് അക്സെപ്റ്റൻസിന് എപ്പോ വേണമെങ്കിലും ഇതിന് മുന്നേ ഉള്ള സ്റ്റേജസിലേക്ക് ഇവർ കടന്നു പോകും. അതിൽ നിന്ന് പിന്നെയും ഇവര് തന്നെ സ്ട്രെങ്ത് ഉണ്ടാക്കിയിട്ടാണ് ഈ അക്സെപ്റ്റൻസിലേക്ക് വരാം. നമ്മളൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാരന്റ്സിനൊന്നും ശരിക്കും പറഞ്ഞാൽ എങ്ങൊന്നും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അവര് സ്വന്തമായിട്ട് തന്നെ ഗെയിൻ ചെയ്തെടുക്കുന്ന സപ്പോർട്ടാ. ഒരു പരിധി കഴിയുമ്പോഴേക്കും അവര് ഈ ഫാമിലി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ചില സമയത്ത് ഈ ഫാമിലി തന്നെ ഇല്ലാണ്ട് പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. എന്നുവെച്ചാൽ അവരുടെ ആ ഒരു എന്താ പറയാ, അവര് സപ്പോർട്ട് ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവര് തന്നെ നമുക്ക് എന്താ നമ്മളെ വേണ്ടത്ര എന്താ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ചില സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവർ അനുഭവിക്കുന്ന സ്റ്റേജ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇമോഷണൽ ജേർണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നെ നോക്കാം. കാരണം നമുക്ക് അറിയില്ല, അവര് കടന്നു വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പൊ ഇനി അവര് ഫേസ് ചെയ്യുന്ന ഏതൊക്കെ ചാലഞ്ചസ് ആണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റ് ചാലഞ്ച് ആണ് ഗിൽറ്റ്. ഓക്കെ, അപ്പോ ഗിൽറ്റ് പറയാൻ കാരണം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരോട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവര് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നം, എല്ലാവർക്കും അല്ല കേട്ടോ, ചിലർക്കെങ്കിലും വരുന്ന ഒരു കാര്യമാണ്. ചില ഫാമിലിന്ന് ഇങ്ങനെ കേൾക്കാം, എനിക്കപ്പോഴേ അറിയാം, ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇങ്ങനത്തെ ഒരു ലൈഫേ നിനക്ക് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ പറയാം. നീ എന്ന് അവനെ കല്യാണം കഴിച്ചു അന്ന് ഞാൻ തീരുമാനിച്ചതാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആവുമെന്ന്. അല്ലെങ്കിൽ നീ അവന്റെ ഭാര്യയായി വന്നതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ നീ അവളുടെ ഭർത്താവായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ നീ ചെയ്ത തെറ്റിന്റെ ഇതാണ് കുഞ്ഞ് അനുഭവിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കേൾക്കാം അല്ലേ. പിന്നെന്താ, പ്രഗ്നൻസി സമയത്ത് നീ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ്, അല്ലെങ്കിൽ ഫുൾ എന്താ പറയാ, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അവർ ആ സമയത്ത് അങ്ങ് പറഞ്ഞു തീർക്കും. അവരുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ, നമ്മളോട് ഓൾറെഡി ഒരു ദേഷ്യമൊക്കെ ഉണ്ടായവരാണെങ്കിൽ അവര് വീണ്ടും ഈ ഒരു സമയമായിരിക്കും അവര് മുതലെടുത്തിട്ട് എന്ത് ചെയ്യാ, ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അവര് ചിന്തിക്കാത്ത ഒരു കാര്യം, ഇത് കേൾക്കുന്ന ആ ഒരു പാരന്റ്സിന്റെ അവസ്ഥ അവര് മനസ്സിലാക്കുന്നില്ല. ഓക്കെ, കാരണം അവരത്രയും ഒരു ടഫ് സ്റ്റേജിൽ നിൽക്കുമ്പോ ഒരാൾ വന്ന് പറയാണ്, നീ ചെയ്ത തെറ്റിന്റെ ഇതാണ് ഈ കുഞ്ഞ് അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ? അവർക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവര് തളർന്നു പോകും. ആ ഒരു വാക്ക് മതി. ഓക്കെ, ഒരു അമ്മ, എല്ലാ ഫാമിലീസിലും ഇങ്ങനെ ഉണ്ടാവുന്നല്ല കേട്ടോ, ചില ഫാമിലീസ് ഉണ്ട് ഇങ്ങനെ പറയുന്നവര്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ, അവരെന്തോരം, ഈ പാരന്റ്സ് എന്തോരാണ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ട് കേട്ട് വരുമ്പോഴേക്കും ഇവർക്ക് എന്താ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുക,
അത്രയും നാള് ചിലപ്പോൾ അവർ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇവരിത് പറഞ്ഞ ശേഷം ഇവര് സെൽഫ് ബ്ലെയിം ചെയ്യാനായിട്ട് തുടങ്ങും. എന്റെ തെറ്റാണ്, അപ്പൊ എന്റെ മാത്രം തെറ്റായിരിക്കും അല്ലെ, അതുകൊണ്ടായിരിക്കും കുഞ്ഞിന് ഇങ്ങനെ വന്നേ, അല്ലെങ്കിൽ ഞാൻ മര്യാദക്ക് നോക്കാഞ്ഞത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ അത്രയും കെയർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്റെ കുഞ്ഞിന് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞ് സെൽഫ് ബ്ലെയിമിങ് തുടങ്ങും. ഇത് ഏറ്റവും എല്ലാവരിലും കാണുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്. അവർ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് ആണിത്. ഗിൽറ്റ്, ഓക്കെ, ഒരു ഗിൽറ്റി ഫീലിങ്ങും സെൽഫ് ബ്ലെയിമും അവര് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഫിയർ, ആൻസൈറ്റി. ഇതൊക്കെ അവര് കടന്നു പോകുന്നതാണ്. കാരണം പേടിയായിരിക്കും അല്ലെ, ഇനി എന്ത് ചെയ്യും, ഭാവിയിൽ എന്ത് ചെയ്യും, ഇനിയും എന്തെങ്കിലും മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ എന്റെ കുഞ്ഞിന് ഉണ്ടാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിനൊക്കെ നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ്സ് തരില്ല അല്ലെ, നമ്മള് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ പൈസക്ക് നമ്മൾ എന്ത് ചെയ്യും, കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ, പൈസക്ക് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. കുഞ്ഞിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമ്മൾ റെഡിയാ, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്നാണെങ്കിൽ നമുക്ക് അതിന്റെ ഫിയർ ഉണ്ടാവും, അതിന്റെ പേടി ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ ഞാനിതിനെ ഫേസ് ചെയ്യുന്നുള്ളൊരു ആൻസൈറ്റി ഉണ്ടാവും. ഇല്ല, പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞിന് ആരാ ഉള്ളത് അല്ലെ. അത് കോമൺ ആയിട്ട് വരുന്ന കാര്യമല്ലേ. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരും എന്റെ കുഞ്ഞിനെ നോക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇവരുടെ ഉള്ളിൽ. അപ്പൊ ഇതൊക്കെ അവര് കടന്നു വരുന്ന ഇമോഷണൽ ആയിട്ടുള്ള എന്താ ഇമ്പാക്ട്സ് ആണ്. അവരുടെ ഉള്ളിൽ അവർ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒറ്റപ്പെടലായിരിക്കും, അല്ലെങ്കിൽ ആർക്കും അവസ്ഥ മനസ്സിലാക്കി. ഇപ്പൊ നമ്മള് ഇങ്ങനത്തെ ഒരു പാരന്റ് വേറൊരു ആളോട് പറയാണ് ഈ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ എങ്ങനെയാ നമ്മളെ സമാധാനിപ്പിക്കും. വേറെ ചില ആളുകൾ പറയും അത് ശരിയാവും എന്ന് പറഞ്ഞിട്ട് നമ്മളെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഹേർട്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു വാക്കും അതിന്റെ കൂടെ ചിലപ്പോൾ പറയുന്നവരുണ്ടാവും. അപ്പൊ അതിന്റെ എഫക്റ്റ് ആയിട്ട് നമുക്ക് എന്താ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പതുക്കെ കുറഞ്ഞു വരാം, ഒറ്റപ്പെടൽ വരാം, പിന്നെ പ്രതീക്ഷ ഫുള്ള് തീർന്ന ഒരു അവസ്ഥ ആയിരിക്കും. അല്ലെങ്കിൽ എത്ര വരെ ഇതിങ്ങനെ പോവും, ഓക്കെ, നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എത്ര വരെ എനിക്കിത് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടാവോ, ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും, ഇങ്ങനെയുള്ള പല അധികം ടെൻഷൻസും പേടിയൊക്കെ ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഇമോഷണലി ഇവരെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങള്. ഇനി പല ഇമ്പാക്ട്സ് ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് സോഷ്യൽ ഇമ്പാക്ട്. സോഷ്യൽ ഇമ്പാക്റ്റിൽ മെയിൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഐസൊലേഷൻ ഫ്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അത് നേരിട്ട് ഇവർക്ക് വരുന്ന ഐസൊലേഷൻ അല്ല. കുഞ്ഞായിട്ട് ചിലപ്പോൾ ഇവരൊരു ഫംഗ്ഷൻ എന്തെങ്കിലും പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ കുഞ്ഞ് അവിടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്ത സമയത്ത് അവിടെയുള്ള മറ്റു കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമ്മള് ഒന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളൊന്ന് കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ഈ കുഞ്ഞിനെ അവിടെയുള്ള വേറെ ആരെങ്കിലും വന്ന് വഴക്ക് പറയുന്നതോ ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള കുട്ടികൾ തന്നെ കളിയാക്കുന്നതോ അങ്ങനെയുള്ള അവസ്ഥ വരെ ചില കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ പാരന്റ്സിന് ഓട്ടോമാറ്റിക്കലി അവരെന്താ ചെയ്യുക, അവര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുഞ്ഞിനെ മാറ്റാനായിട്ട് ശ്രമിക്കും. അപ്പൊ കുഞ്ഞിനെ മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ കുഞ്ഞിനോടൊപ്പം തന്നെ ഇവരും ഓരോ ഫാമിലിന്നും ഫ്രണ്ട്സിന്നും ഐസൊലേറ്റഡ് ആവാൻ തുടങ്ങും. മനഃപൂർവ്വമായിട്ട് ഇവർ അതിൽ നിന്ന് മാറി നിൽക്കും. കാരണം അവർക്ക് അതിന് ഉള്ള റെസ്പെക്ട് ആ ഒരു ഫംഗ്ഷനിലോ അല്ലെങ്കിൽ അതിലൊന്നും കിട്ടാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാം. പിന്നെ മിക്കപ്പോഴും ചില ആളുകൾ എങ്ങനെയാന്ന് വെച്ചാൽ അത് നമ്മളുടെ സൊസൈറ്റി അങ്ങനെ ആയതുകൊണ്ടാണ്, ചിലവര് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് അവരുടെ കുഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കൂലേ, അതുകൊണ്ടാണെന്ന് പറയുന്ന അങ്ങനെയുമുള്ള കുറച്ച് ബോധമില്ലാത്ത കുറച്ച് സൊസൈറ്റി ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പിന്നെ ചിലർക്ക് പേടിയായിരിക്കും എവിടെയെങ്കിലും കൊണ്ടുപോകാൻ, ആരെങ്കിലും എന്തെങ്കിലും പറയോ, എന്തെങ്കിലും ജഡ്ജ്മെന്റ് ആയിട്ടുള്ള കമന്റ്സ് പറയോ, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കോ, അതൊക്കെ ഇവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്താണെന്നറിയോ, നമുക്കിപ്പോ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞിന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ എപ്പോഴും ആ ഒരു കുഞ്ഞിനെ മാത്രം ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് അവർ പോകുന്ന ഫുൾ ഇങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് എത്രമാത്രം ആ പാരന്റ്സിന് ഹേർട്ട്ഫുൾ ആവും എന്നറിയോ. പലപ്പോഴും നമ്മളത് അറിയാതെ ചിലപ്പോൾ ചെയ്തു പോയി കാണും, പക്ഷെ ഇനി നമ്മളത് റിപ്പീറ്റ് ചെയ്യരുത്. അപ്പൊ അത് ഈ പാരന്റ്സിൽ ഒരു എന്താ പറയാ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ എല്ലാവരും ഒരു പേടിയോടെ ആയിരിക്കും നോക്കുക, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ ആരെങ്കിലും കുഞ്ഞിനെ വഴക്ക് പറയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പേടിയും ഇവരുടെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് വേണ്ടത്ര ചിലപ്പോ ലഭിക്കണം എന്നില്ല.
ഇല്ലെങ്കിൽ ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം ആവുമ്പോഴേക്കും ചിലപ്പോ കൈവിടുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചിലര് പറയും ഞാൻ സപ്പോർട്ട് ചെയ്യാം, പക്ഷെ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണം. ആ ഒരു രീതിയിൽ, ഒരു റോങ് ആയിട്ടുള്ള ഒരു രീതിയിൽ പോലും എന്താ ഒരു സപ്പോർട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് വരുന്ന ചില ആളുകളും ഉണ്ടാവാം. ഇതൊക്കെ അവർ ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷെ ഒരു ഫാദറിനെക്കാളും മദർ സഫർ ചെയ്യുന്നത് കുറച്ച് അധികമായിരിക്കും. ഓക്കെ, കാരണം ഫാദറിന് എന്തായാലും ഡ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് ഒരു ഇത്തിരി സമയം അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ പോലും അമ്മയ്ക്ക് മിക്കപ്പോഴും ഈ കുഞ്ഞിന്റെ അടുത്ത് തന്നെ വരേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ. അപ്പോ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് അമ്മമാർക്ക് കൂടുതലായിരിക്കും. അച്ഛന്മാർക്ക് ഇല്ല എന്നല്ല, അവർക്കും ഈക്വലി തന്നെയുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരിത്തിരി കൂടുതൽ അമ്മമാർക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇവർക്ക് ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ ഇമ്പാക്ട്സ് എന്തൊക്കെയായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ തന്നെ ഫീസ് ഇപ്പൊ എവിടെയെങ്കിലും ഫീസ് അടക്കണം എന്നാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ആദ്യത്തെ 2 മാസമൊക്കെ ഓക്കെ. പിന്നെ വരുമ്പോഴേക്കും നമ്മുടെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ തുടങ്ങില്ലേ. അപ്പൊ അത് പഠിക്കാനുള്ള ഒരു ഇതില്ല. ഇവിടെ തെറാപ്പി കൊടുക്കണം, കാരണം തെറാപ്പി കൊടുത്താലേ നമുക്ക് കുഞ്ഞിൽ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഇതൊന്നും നമ്മൾ അറിയാതെ ആയിരിക്കും അവരെ ജഡ്ജ് ചെയ്യാൻ പോവുക. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. കാരണം അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല അല്ലെ. ഈ പറഞ്ഞ പോലെ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും റിച്ച് ആവണം എന്നൊന്നുമില്ല അല്ലെ. ചിലർ ഭയങ്കര കഷ്ടപ്പെടുന്നവരുണ്ടാവും. അവർക്കൊരു 100 രൂപ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള പാരന്റ്സ് ഉണ്ട്. അപ്പോ അത് എന്താ പറയാ, തെറാപ്പിക്ക് കൊടുക്കേണ്ടി വരുന്ന കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചില പാരന്റ്സിന് എങ്ങനെയാ, അവര് ആഗ്രഹിച്ച് ചെയ്ത ഒരു ജോലി ആയിരിക്കും. കല്യാണ സമയത്തൊക്കെ അവര് ഒരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹിച്ചു, അപ്പൊ എഞ്ചിനീയർ ആയി, ഭയങ്കര ഡ്രീം ജോബ് ഒക്കെ ആയിരുന്നു. പക്ഷെ കുഞ്ഞിന് ഇങ്ങനെ വന്നപ്പോ ചിലപ്പോൾ അവർക്ക് ആ ജോലി ക്വിറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഇമ്പാക്ട്സുകൾ ഉണ്ടാക്കാം. അപ്പൊ ഇൻകം കുറയാണല്ലേ, ഫാമിലിയിലെ ഇൻകം കുറയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യും, ഈ കുഞ്ഞിന് വേണ്ടി പൈസ സേവ് ചെയ്യണം, അപ്പൊ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നങ്ങളും ഈ പാരന്റ്സിന്റെ ഉള്ളിൽ വരാറുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു സ്ട്രെയിൻ. അത് മിക്ക ഫാമിലീസിനും ഉണ്ട്, പക്ഷെ പലരും അത് തിരിച്ചറിയാറില്ല. തിരിച്ചറിഞ്ഞാലും അത് സോൾവ് ചെയ്യാതെ അത് മുമ്പോട്ട് പോവാറാണ് സാധാരണ പതിവ്. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡും വൈഫിന്റെ ഇടയിൽ ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് വരും. കാരണം കുഞ്ഞിന്റെ കാര്യം നോക്കണം അല്ലെ. അപ്പൊ കുഞ്ഞിന്റെ കാര്യം നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്ന സമയം പലപ്പോഴും ഇവര് തമ്മിൽ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതൊക്കെ പതുക്കെ ഒന്ന് ലോ ആവാൻ തുടങ്ങും. പലപ്പോഴും മറ്റേ ആൾക്കൊരു ഇമോഷണലി നീഡ് വരുമ്പോൾ മറ്റേ ആൾ ഉണ്ടാവണം എന്നില്ല. ഒരു ഇമോഷണൽ കണക്ഷൻ തന്നെ ഈ 2 ആളുകളും തമ്മിൽ നഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. മിക്ക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഡിവോഴ്സ് വരെ എത്തി നിൽക്കാറുണ്ട്. പക്ഷെ അവിടം വരെ എത്താതെ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷെ എന്താ പറ്റാന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളി ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാരണം നമുക്കത് ഒത്തിരി സമയം ഒരു ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. പിന്നെ ഇവർ തമ്മിലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡിങ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഇവർ തമ്മിലുള്ള കണക്ഷൻ കുറയും. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറെ അധികം ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, അവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് തമ്മിലുള്ള ആ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇല്ലേ, അതിൽ നന്നായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാവും. എന്നുവെച്ചാൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ കുറവ്, എവിടേക്കും ഒരു ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെടുക, ഒരാൾക്ക് എന്താ പറയാ ഒരു ഇമോഷണൽ അവൈലബിലിറ്റി ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവര് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇനി ഇതിനോടൊപ്പം കുറെ മെന്റൽ ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ട്. ഇതൊക്കെ അവര് സഫർ ചെയ്യണം അല്ലെ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവര് ഓരോരുത്തരും, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇതൊക്കെ അവര് സഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ സഫർ ചെയ്യുന്ന സമയത്തും അവർക്ക് വരുന്ന മെന്റൽ ഹെൽത്തിൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാ, സ്ട്രെസ് ഉണ്ടാവും, അല്ല ആൻസൈറ്റി ഉണ്ടാവും, ഉറക്കം ഉണ്ടാവില്ല. കാരണം ഓക്കെ, ഞാൻ വായിച്ചിരുന്നു കേട്ടോ മെസ്സേജ്. ഓക്കെ, അപ്പം ഓക്കെ, സ്ട്രെസ്സും ആൻസൈറ്റിയും ഉള്ള പാരന്റ്സ് ആണ് അധികം അല്ലെ. ഇത്രയും പ്രശ്നങ്ങളും ഉണ്ട്, അപ്പൊ എന്തായാലും സ്ട്രെസ് ആൻസൈറ്റി ഉണ്ടാവും. ചിലർക്കൊക്കെ കുഞ്ഞു കാര്യം മതി അല്ലെ സ്ട്രെസ് ഉണ്ടാവാൻ. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു ലോഡ് കാര്യങ്ങളുണ്ട് സ്ട്രെസ് ഉണ്ടാവാൻ വേണ്ടി അല്ലെ. അവർക്ക് ഉറക്കം ഉണ്ടാവില്ല. കാരണം എങ്ങനെ ഉറങ്ങാനാ, ചിലപ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എപ്പോഴും കുഞ്ഞിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് കാരണം നമ്മൾ ഓരോ കുഞ്ഞിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എക്സ്ട്രാ
കുറച്ചും കൂടി നമ്മളൊന്ന് ഭയങ്കരമായിട്ട് നോക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ഒരു എന്താ പറയാ അലേർട്ട് ആക്കിക്കും. അപ്പൊ പാരന്റ്സിന് മര്യാദക്ക് ഉറങ്ങാൻ കഴിയില്ല. എനിക്ക് പരിചയമുള്ള ഒരു അമ്മയും ഒരു കുഞ്ഞുണ്ട്. അപ്പൊ കുഞ്ഞിന് ഒരു ഡിസബിലിറ്റി ഉള്ളതാണ്. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചാൽ ഈ അമ്മ ഉറക്കില്ല. കാരണം കുഞ്ഞാണോ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ടെൻഷനും ഇങ്ങനെ ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കും. പാനിക് അറ്റാക്ക് ഒക്കെ വരാനുള്ള ചാൻസ്. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ടെൻഷൻ കൂടി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം കിട്ടാതാവുക, തളർന്നു പോകുന്ന പോലെ തോന്നുക, ഭയങ്കരമായിട്ട് കൈയും കാലൊക്കെ വിറയ്ക്കുക, വേർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ പതുക്കെ പതുക്കെ ഇത് വന്ന് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നതിന് പകരം സ്ട്രെസ് നമ്മളുടെ മേലെ ആധിപത്യം സ്വീകരിക്കാൻ തുടങ്ങും. ഓക്കെ, നമുക്ക് വരുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. അതൊക്കെ പോയിട്ട് സ്ട്രെസ് ആയിരിക്കും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ അതിന്റെ ഉള്ളിലുള്ള ഒരാളായിട്ടായിരിക്കും മാറിക്കൊണ്ടിരിക്കുക. കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാവും, എല്ലാത്തിനോടും ഭയമായിരിക്കും, ഒന്നിനോടും എന്തൊരു അപ്രോച്ചിങ് മെന്റാലിറ്റി ഒന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളോടും പേടി അല്ലെങ്കിൽ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഡിപ്രഷനിലേക്ക് പോവുക, കാരണം പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക. പ്രതീക്ഷ ഉണ്ടാവുന്നേ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എന്തായാലും ഈ കുഞ്ഞുങ്ങൾക്ക് അവര് വിചാരിക്കുന്ന ഒരു ഇതിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷെ ചില പാരന്റ്സിന് എന്ത് പറ്റും, അത് ചിലപ്പോ മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അവർക്ക് വരുന്ന ഈ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കാരണം അങ്ങനെ പോവാൻ പറ്റോ എന്നൊക്കെ ഓർത്തിട്ട് എന്ത് പറ്റും, ഹോപ്പ്ലെസ്നെസ് ആവും, പ്രതീക്ഷ ഇല്ലാണ്ടാവും, ആകെ നമ്പായിട്ടുള്ള ഒരു അവസ്ഥ ആയിരിക്കും. എന്ത് ചെയ്യണം, ഫുള്ളി ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ചിലപ്പോൾ അവർ കടന്നു പോകും. അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നൊക്കെ തോന്നിപ്പോവും. അപ്പൊ ചില പാരന്റ്സ് പറയുന്ന കേൾക്കാം, എനിക്ക് പറ്റാവുന്ന അത്രയും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എന്താ ചെയ്യാ, എനിക്കിനി ചെയ്യാനൊന്നും ബാക്കിയില്ല. അങ്ങനെ പുറമെ നല്ല ചിരിച്ചും കളിച്ചും നടന്നിരുന്ന ആളൊക്കെ പതുക്കെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ അവരിലേക്ക് തന്നെ ഒതുങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നുള്ളതാണ് ദേഷ്യം. പലപ്പോഴും ദേഷ്യം ഈ കുഞ്ഞിനോടുള്ള അല്ലെങ്കിൽ കുഞ്ഞിനോട് സ്നേഹം ഇല്ലാണ്ട് അങ്ങനെ വരുന്ന ദേഷ്യമല്ല, കുഞ്ഞിനോടുള്ള സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇവർ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇത്രയും ചാലഞ്ചസ് ആണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും ചാലഞ്ചസ് ഫേസ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടെന്നാ നമ്മൾ പറയാം. ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിക്കും. നമ്മൾ ചിലപ്പോ സങ്കടമൊക്കെ വന്നിട്ട് ഇങ്ങനെ അടുക്കി പിടിച്ച് കുറെ നാളിങ്ങനെ സപ്രസ് ചെയ്ത് വെച്ച് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കും എന്ന് പറയില്ലേ, അതേപോലെ ഇവരും ഇങ്ങനെ ഈ സ്ട്രെസ് ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് സഹിച്ച് ഒരു സമയമാകുമ്പോഴേക്കും ഇത് ദേഷ്യമായിട്ടായിരിക്കും പുറത്തേക്ക് വരാം. അതൊരിക്കലും കുഞ്ഞിനോടുള്ള സ്നേഹക്കുറവല്ല, ഇവർ ഈ അനുഭവിച്ച സ്ട്രെസ്സിന്റെ ഇതായിട്ട് വരുന്ന ഒരു ദേഷ്യമാണ്. പക്ഷെ ആ സമയത്ത് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോ അവരുടെ കൈവിട്ട് പോവാറുണ്ട്. ഓക്കെ, ചില പാരന്റ്സ് ഇങ്ങനെ പറയാറുണ്ട്, അവര് ഒട്ടും ആ ഉള്ളിന്ന് പറയുന്നല്ല, ആ ദേഷ്യത്തിന് പുറമെ ചിലപ്പോൾ പറയുന്നത്, നീ ജനിക്കണ്ടായിരുന്നു, നീ ഒന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു, അങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് സമാധാനത്തോടെ നടക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞ പാരന്റ്സ് ഉണ്ട്. പക്ഷെ നമുക്കൊരിക്കലും അങ്ങനെ ഒരു പാരന്റ് പറയാന്ന് വിചാരിക്കേ, അങ്ങനെ ഒരു പാരന്റ് പറയുന്ന സമയം നമ്മൾ പുറമേന്ന് വിചാരിച്ചു, ഇത് എന്ത് മാതാപിതാക്കളാ ദൈവമേ, ഇങ്ങനെയൊക്കെ പറയോ, ഈ കൊച്ചിന് ഇങ്ങനെയൊക്കെ പറയുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരു സൈഡിൽ നിന്ന് ആലോചിക്കും, നമ്മൾ ഈ പറയുന്ന മാത്രമല്ലോ, അത്രയും നാള് ആ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്ത് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അറിയാൻ പറ്റും, അവരാ ദേഷ്യത്തിന്റെ സമയത്ത് മാത്രമേ പറയുള്ളൂ. അത് കഴിയുമ്പോൾ ഇവര് പിന്നെയും ആ കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്ന മുന്നേ അവരും കടന്നു വരുന്ന സിറ്റുവേഷൻ കൂടി നോക്കണം. ഇവർക്ക് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഇമോഷനെ പുറത്തേക്ക് വിടാതെ സപ്രസ് ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്നതാ. അപ്പൊ ഇവര് ആരാണ് എന്താണെന്നുള്ളത് നോക്കില്ല. ചിലപ്പോ ഹസ്ബൻഡിനെ ആയിരിക്കാം പറയാ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം ചിലപ്പോ ഈ ഒരു ബ്രേക്കിംഗ് പോയിന്റിൽ എത്തുന്നത്. അപ്പൊ വൈഫിനെ ആയിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ പാരന്റ്സിനെ ആയിരിക്കാം പറയുന്നത്, കുഞ്ഞിനെ ആയിരിക്കാം പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേജ് എത്തും എന്ന് വെച്ചാൽ കൺട്രോളബിൾ അല്ലാത്ത ഒരു സ്റ്റേജ്, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുന്ന ഒരു ഇതിലേക്കും എത്താനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഡീപ്പർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ടേമോയിലായിരിക്കും അവരുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. ഇനി എന്ത് ഇമ്പാക്റ്റ് ആണ് ഫാമിലിയിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 2 കുട്ടികളുണ്ട്. ഒരു കുട്ടിക്കാണ് ഈ ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടി എന്ന് വിചാരിക്കുക, മറ്റേ കുട്ടി നമ്മൾ സാധാരണ സോ കോൾഡ് നോർമൽ കുട്ടി എന്ന് പറയുന്ന തരത്തിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ, നമ്മൾ ഫോക്കസ് ചെയ്യുക എപ്പോഴും
ആരെയാ ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടീനെ നോക്കി കഴിയുമ്പോഴേക്കും ആ ആളുടെ സിബ്ലിങ്ങിന് എന്ത് പറ്റും, അവർക്ക് വേണ്ടത്ര അറ്റൻഷൻ കിട്ടാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യും. നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ എന്നാൽ പോലും അവർക്ക് എന്താ ഫീൽ ചെയ്യുക, എന്നെ ശ്രദ്ധിക്കുന്നില്ല, അമ്മയ്ക്ക് എപ്പോഴും ചേട്ടനെ മതി, അമ്മ എന്നെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, എന്തുകൊണ്ട് അമ്മ എന്നെ ശ്രദ്ധിക്കാത്തെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ കുഞ്ഞിന് നമ്മളോട് ചോദിക്കാനുണ്ടാവുക. എന്നെ ഒട്ടും ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ ചേട്ടനെ മാത്രം ഇഷ്ടമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുഞ്ഞുങ്ങള് അമ്മമാരോട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാരന്റ്സ് എന്ത് ചെയ്യും, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും. കാരണം അവര് വിചാരിക്കുന്നത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞാണ്. ഓക്കെ, അവർക്ക് ഈ ഒരു കുഞ്ഞിനെ നോക്കുന്ന സമയം ചിലപ്പോൾ അവർക്ക് അവരുടെ അടുക്കളയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, എന്തെങ്കിലും എടുത്തു തരാനുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ ഇളയ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് പോയി എല്ലാം ചെയ്തു തരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ആ ഇളയ കുട്ടീനോട് എല്ലാ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്ന വെച്ചാൽ ആൾക്ക് റെസ്റ്റ് എടുക്കില്ല. എടാ അതെടുത്ത് തന്നെ, എടാ ഇതെടുത്ത് തന്നെ എന്നൊക്കെ പറഞ്ഞ് എന്താ ഇതൊന്ന് ഭക്ഷണം ഒന്ന് വാരി കൊടുക്കോ, അല്ലെങ്കിൽ അതെടുത്ത് തരുമോ, മെഡിസിൻ എടുത്തു കൊടുക്കോ എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും. ചിലപ്പോൾ ആ കുഞ്ഞിന്റെ പ്രായത്തിന് ആ കുഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കില്ല, അതിന്റെ ഇരട്ടി റെസ്പോൺസിബിലിറ്റീസ് പറയും. പക്ഷെ അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് പാരന്റ്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. പാരന്റ്സ് അല്ലാണ്ട് ഈ ഇളയ കുട്ടീനോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഇവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് കാണുന്നുണ്ട്, സ്നേഹവും അങ്ങനെ തന്നെയുണ്ട്. ആ ഇളയ കുട്ടിക്ക് മനസ്സിലാവും ചേട്ടക്ക് ഇങ്ങനെയാണ്, അപ്പൊ ചേട്ടന് നമ്മൾ എക്സ്ട്രാ നോക്കണം എന്നൊക്കെ ഉള്ളത് ആൾക്ക് മനസ്സിലാവും എന്നാണ് പാരന്റ്സ് കരുതുക. പക്ഷെ ആ കുഞ്ഞിന്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോഴേക്കും കുഞ്ഞ് വിചാരിക്കുന്ന എന്താ, എന്നെ അമ്മ നോക്കുന്നില്ല, എപ്പോഴും ചേട്ടനെ നോക്കുന്നത്, എന്നിട്ട് എന്നോട് കുറെ ജോലി ചെയ്യാൻ പറയും, എനിക്ക് കുറച്ച് സമയം വെറുതെ ഇരിക്കണ്ടേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതും ഒരു പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, ഫാമിലിയിൽ നിന്ന് എനിക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല, അപ്പോ എനിക്ക് അറ്റൻഷൻ തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരായിട്ട് കുറച്ചും കൂടി മിങ്കിൾ ചെയ്യും, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഫിസിക്കൽ ഹെൽത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. ചിലപ്പോൾ കുഞ്ഞിനെ ക്യാരി ചെയ്യേണ്ടി വരും, ഓക്കെ, എടുക്കേണ്ടിയൊക്കെ വരും. അപ്പോ ഫിസിക്കലി ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെ, കുഞ്ഞ് കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ പാരന്റ്സ് തന്നെ എപ്പോഴും എടുത്തെടുത്തെടുത്ത് വരുമ്പോഴേക്കും അവർക്കും ഫിസിക്കലി അവർ ഭയങ്കര ടയേർഡ് ആയിരിക്കും. പതുക്കെ ഈ ഉറക്കമില്ലായ്മ അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ മൊത്തത്തിൽ എഫക്ട് ചെയ്യാൻ തുടങ്ങും. BP കൂടുതലായിരിക്കാം, മിക്കപ്പോഴും തലവേദനകളായിരിക്കാം, സെൽഫ് കെയറിന് ഒട്ടും തന്നെ സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് മിക്കപ്പോഴും ഈ തലവേദന ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവർക്ക് ഈ ഫിസിക്കൽ ഇഷ്യൂസ് വരും, എന്നിട്ടും അവര് ചെയ്യേണ്ട കാര്യങ്ങളിൽ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എത്രത്തോളം അവര് സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ വരുന്നതാണ് അവരുടെ സ്വപ്നങ്ങളിലൊക്കെ വരുന്ന ഒരു ഇമ്പാക്ട്. ഓക്കെ, അവരുടെ ആഗ്രഹങ്ങളിൽ. കാരണം അവര് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്. ചിലപ്പോ അവര് വിചാരിച്ചിട്ടുണ്ടാവും, അവരൊരു 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ ഭാവിയിൽ കല്യാണം കഴിക്കും, കല്യാണം കഴിച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് പോകും, എന്നിട്ട് ഞാൻ കുറച്ച് നാളെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കും, എന്നിട്ട് വലുതാവും, അവനെ ഡോക്ടറാക്കും അല്ലെങ്കിൽ ടീച്ചറാക്കും, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ സ്വപ്നങ്ങളിലെ അത്ര അക്സെപ്റ്റൻസിലേക്ക് വന്നു, ആള് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ചില സമയങ്ങളിൽ ഈ ഒരു കാര്യം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി നഷ്ടമായിട്ടുള്ള പോലെ തോന്നും. ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പോലെ, ഇപ്പൊ എഞ്ചിനീയർ ആണ്, ആൾക്ക് അത്രയും പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പതുക്കെ പതുക്കെ എന്ത് പറ്റുമെന്നറിയോ, ആൾ ആ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവും, അല്ലെങ്കിൽ ആൾക്ക് ഇത്രയും പഠിപ്പുണ്ടെന്നോ അല്ലെങ്കിൽ ആൾ എഡ്യൂക്കേറ്റഡ് ആണ്, ഇതൊക്കെ എല്ലാം വിട്ടു എന്താ പറയാ, ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് പതുക്കെ ഇങ്ങനെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ഒന്നും സാധ്യമാവില്ല, ഇതിങ്ങനെ തന്നെ പോവുള്ളൂ. പോണ പോലെ പോട്ടെ, രാവിലെ എഴുന്നേക്കുക, രാത്രി ഉറങ്ങുക, അത്രേ ഉള്ളൂ, കുഞ്ഞിനെ നോക്കുക, അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇനി ചെയ്യാനൊന്നുമില്ല, അതിങ്ങനെ പോളൂ, ഇങ്ങനെയുള്ള ഫീലിങ്സ് ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അവര് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പാരന്റ്സ് ചാലഞ്ചസ് മാത്രം ഫേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടവരാണോ? കാരണം അവരെ നോക്കാൻ വേണ്ടി കുറച്ച് സമയം ചെലവാക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, അവർക്ക് ഒരു സമയമാകുമ്പോഴേക്കും ചിലപ്പോ നേരത്തെ അത്രയും സ്ട്രെങ്തോടു കൂടി ചിലപ്പോൾ നോക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു കഥ പറയാം.
ഒരു ഭയങ്കര ഒരു ഫോറസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു കാടുണ്ട്, ഭയങ്കര ലഷ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ഒരു മരമുണ്ട്. അപ്പൊ ഈ മരം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മരം. ഈ മരത്തിന്റെ ഷെയ്ഡിലാണ് ഈ അനിമൽസ് ഒക്കെ വന്ന് റെസ്റ്റ് എടുക്കുന്നത്, അതുപോലെ കിളികളൊക്കെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള മരമാണ്. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഇപ്പൊ ചില സമയങ്ങളിൽ കുട്ടികൾ വരാറുണ്ട്. അപ്പൊ കുട്ടികളും വന്ന് ഈ മരത്തിന്റെ അടിയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ മരമാണെങ്കിൽ ഈ മരത്തിന് ഭയങ്കര സന്തോഷം എങ്ങനെ ചെയ്യുന്നത് കാരണം ബാക്കിയുള്ളവരൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരത്തിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം പതുക്കെ പതുക്കെ ഈ വീക്ക് ആവാൻ തുടങ്ങി. മരത്തിന് ആ നേരത്തെ അത്രയും സ്ട്രെങ്ത് ഒന്നുമില്ല. അതുപോലെ അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ പതുക്കെ തിന്നിങ് ആവാൻ തുടങ്ങി. അതുപോലെ ഇലകളൊക്കെ പൊഴിയാനായിട്ട് തുടങ്ങി. പക്ഷെ ഇതൊന്നും ആള് നോക്കുന്നില്ല, ആ മരം നോക്കുന്നില്ല. മരം ഇപ്പോഴും ഇങ്ങനെ ഷെയ്ഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ചെടി ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ ചെടി ഇങ്ങനെ കണ്ടു, എന്താ ഈ മരം ഇങ്ങനെ എന്നുള്ളത്. അപ്പൊ ചെറിയ ചെടി ഇങ്ങനെ ചോദിക്കാണ്, ഇത്ര ടയേർഡായിട്ടും എന്തുകൊണ്ടാ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന് കുറച്ച് സമയം ഒന്ന് നിനക്ക് വേണ്ടി നിനക്ക് സ്പെൻഡ് ചെയ്തുകൂടെ എന്ന് ഇങ്ങനെ ചെറിയ ചെടി ഈ വലിയ മരത്തിനോട് ചോദിക്കാം. അപ്പൊ വലിയ മരം പറയാണ്, ഇല്ല, ഞാൻ എനിക്ക് വേണ്ടി സമയം കൊടുക്കില്ല. കാരണം ഇവിടെ കിളികൾക്ക് വന്നിരിക്കണം, അനിമൽസിന് ഷെയ്ഡ് കൊടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വന്നിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി സമയം ചെലവാക്കില്ല. എനിക്കിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചെറിയ ചെടി ചോദിച്ചു, ഇതിങ്ങനെ ചെയ്ത് 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 ഇപ്പൊ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നിന്റെ എന്താ പറയാ, നീ വീക്കായി തുടങ്ങാണ്, നിന്റെ ഇലകൾ പൊഴിയാൻ തുടങ്ങി. ഇതൊന്നും നീ കാണുന്നില്ലേ? ഇതിങ്ങനെ നീ കണ്ടിന്യൂ ചെയ്ത് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു സമയം എത്തുമ്പോഴേക്കും നിനക്ക് വേണ്ടത്ര ഇതില് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ചെറിയ ചെടി ഈ വലിയ മരത്തിനോട് ചോദിച്ചു. അങ്ങനെ വലിയ മരത്തിന് മനസ്സിലായി, ശരിയാണല്ലോ പറഞ്ഞതെന്ന് മനസ്സിലായിട്ട് ഈ വലിയ മരം കുറച്ചു ദിവസം എന്ത് ചെയ്തു, സൺലൈറ്റിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അവിടെ വരുന്ന മഴ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ആള് മറന്നിരിക്കായിരുന്നു, കാരണം ആൾക്ക് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ സൺലൈറ്റ്, മഴ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, കാറ്റ് വീശുന്നതൊക്കെ ഈ മരം എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഈ മരം പൂർവാധികം ശക്തിയോടെയാണ് പിന്നീട് ഈ മരത്തിന്റെ ഷേഡിൽ വരുന്ന അനിമൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ, കിളികളായിക്കോട്ടെ, ഇതിനൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഒരു സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കാനായിട്ട് പറ്റിയത്. അപ്പോ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ഈ മരത്തിന് എന്ത് ചെയ്യായിരുന്നു, ഈ ബാക്കിയുള്ളവരെ സഹായിക്കുന്നതിൽ ഏർപ്പെടാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ മരത്തിന് ഓൾറെഡി കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ. മരം വീക്കാണ്, മരത്തിന്റെ ഇല പൊഴിയാൻ തുടങ്ങി. പക്ഷെ മരം അപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അല്ലെ, മറ്റുള്ളവർക്ക് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി. അത് ഒരു രീതി. മരത്തിന് വേണമെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ മരത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചു, എന്നിട്ട് മരം വീണ്ടും ഷെയ്ഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ കൊടുത്ത ഷെയ്ഡ് ഒരിക്കലും ആ മരത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് കൊടുത്തതല്ല അല്ലെ. ആ മരം പൂർവാധികം ശക്തിയോടെ ആർജിച്ച്, അല്ലെങ്കിൽ പൂർവാധികം ശക്തി ആർജിച്ചാണ് മരം എന്ത് ചെയ്തത്, അവിടെ വരുന്ന ഓരോ കിളികൾക്കും എന്താ പറയാ, മൃഗങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഷെയ്ഡ് കൊടുത്തത് അങ്ങനെയാണ്. ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു കഥ പോലെ ആയിരിക്കണം ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുമക്കളുടെ പാരന്റ്സ് ആവാൻ. കാരണം നമ്മൾ ഈ മരത്തിനെ പോലെയാ. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മൾ കുറെ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിട്ടുണ്ടാവില്ല, കുറെ അധികം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മൾ കൂടെ ഉള്ളവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അവർക്കൊരു ഷെയ്ഡായിട്ട് നമ്മളിങ്ങനെ നിന്ന് പോകും. അതങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അതിലൊരിക്കലും അത് ഒരു തെറ്റല്ല. പക്ഷെ നമ്മൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ചിലപ്പോൾ ഒരു സമയം വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ള ആരോഗ്യം ഇല്ലാതെ പോയാൽ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഫുള്ളി ഹെൽത്ത് മാത്രമല്ല, ഇപ്പൊ മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ, ഇതിനെ അഫക്ട് ചെയ്യുന്ന ഏത് ഫാക്ടർ ആയിക്കോട്ടെ, ഇത് നമുക്ക് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇവർക്കൊരു ഷെയ്ഡായിട്ട് നിൽക്കാൻ പറ്റും? നമുക്കതിന് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ജേർണിയില് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയം ഒരിത്തിരി സമയം നമ്മൾ നമുക്ക് വേണ്ടി ചെലവാക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, ഒരിക്കലും ഒരു പുതിയൊരു കാര്യം എന്നല്ല നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്, ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ചില ആളുകള് ഇത് കോമൺ ആയിട്ട് എല്ലാ സെഷൻസിലൊക്കെ കേൾക്കുന്നതായിരിക്കാം. പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ ഇത് ചിലപ്പോൾ റിമൈൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരാം.
അങ്ങനെയല്ലേ ഇപ്പൊ നമ്മളോട് ടീച്ചേഴ്സ് എല്ലാ ദിവസവും പഠിക്കുന്നൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഏതോ ഒരാള് ഒരു ദിവസം റിമൈൻഡ് ചെയ്തപ്പോ നമുക്ക് പെട്ടെന്ന് പഠിക്കണം എന്ന് തോന്നി. അതുപോലെയാ നമ്മൾ എപ്പോഴും റിമൈൻഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങ് ചെയ്തു പോകും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മള് അല്ലെങ്കിൽ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാന്ന് പറയാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ കുറച്ച് സമയം ചെലവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അപ്പൊ അതിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് സമയം അതിനു വേണ്ടി ചെലവഴിക്കണം. ഓക്കെ, കാരണം നമ്മളിപ്പോ എന്താ പറയാ, ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. ഈ വെള്ളം ഫുള്ള് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഗ്ലാസ് വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? വെറുതെ കാണിക്കാം, നമുക്ക് അതിൽ എന്താ വെള്ളമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ദാഹിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കൊടുക്കാനായിട്ട് വെള്ളമില്ല അല്ലെ? അത്രയും ഡ്രെയിൻഡ് ആയി പോകും. അപ്പൊ നമ്മൾ ആദ്യം നമ്മളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ നീഡ്സ് എന്താണോ അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം എന്തായാലും ചെലവാക്കണം. അത് നമ്മളൊരു റുട്ടീനിൽ കൊണ്ടുവരാം. നമ്മൾ ഈ 10-15 മിനിറ്റ് ഒന്നും വേണ്ടാന്നേ, ചിലപ്പോൾ ഒരു 2-3 മിനിറ്റ് ആണെങ്കിൽ ആ 2-3 മിനിറ്റ് എങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കണം. നമ്മളത് മറന്നു പോകരുത്. കാരണം നമ്മളത് മറന്നു പോകുന്ന അനുസരിച്ച് നമ്മൾ ഇമോഷണലി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരിക്കലും നമ്മൾ അതിലേക്ക് പോകരുത്. നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക. റെസ്റ്റ് എടുക്കുക. ചിലർക്ക് എങ്ങനെയാണെന്നറിയോ, റെസ്റ്റ് എടുക്കുക പാരന്റ്സിന് വരുന്ന ഒരു ഫീലാണ്, ഞാൻ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം എനിക്ക് എന്റെ കുഞ്ഞിനോട് സ്നേഹമില്ല, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഞാൻ കുഞ്ഞിനെ നോക്കാതെ ഞാനിപ്പോ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയെന്ന് അവര് വിചാരിക്കും എന്നൊക്കെ കരുതി മനഃപൂർവ്വമായിട്ട് അത് ഒഴിവാക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞത് സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം നിങ്ങൾക്ക് ഒരു റെസ്റ്റ് വേണ്ട. നിങ്ങൾക്ക് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒത്തിരി സമയം നിങ്ങൾക്കായിട്ട് ആവശ്യമാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കുക. സൂപ്പർ ഹ്യൂമൻസ് ഒന്നും അല്ല അല്ലെ, മെഷീൻ ഒന്നും അല്ല. കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടതാണ്. ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കുക. പവർ നാപ്പ് എടുക്കുക. ഭയങ്കരമായിട്ട് ഉറങ്ങാനല്ല, ഒരു ഇത്തിരി സമയം നമ്മളൊന്ന് കണ്ണടച്ച് ഒന്ന് മയങ്ങി ഒന്ന് എണീക്കുക. അത് നമ്മൾ കൂടുതൽ എനർജറ്റിക് ആക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഹെൽപ്പ് വേണം എന്നുള്ളപ്പോ ചോദിക്കുക. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആരോടെങ്കിലും സഹായമൊക്കെ ചോദിക്കാൻ വേണ്ടി. അങ്ങനെയൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു സഹായം വേണം എന്നാണെങ്കിൽ അത് ചോദിക്കുന്നത് ആരോടാണെന്നും കൂടി നമ്മൾ അറിയണം. നമ്മള് എന്തെങ്കിലും പറഞ്ഞ് ഹേർട്ട് ചെയ്യുന്നവരാണോ, അതൊക്കെ നോക്കി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൂടെയുള്ള ആളോട് ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരിക്കലും നമുക്ക് തോന്നരുത് ഞാൻ ഒട്ടും പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്തു കൊടുക്കുന്നില്ല, എന്റെ കുഞ്ഞിന് കറക്റ്റ് ആയിട്ടല്ല ചെയ്തു കൊടുക്കുന്നത്. ഇന്നലെ കണ്ട ആ പാരന്റ് ആ കുഞ്ഞിന് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നെന്നാ പറഞ്ഞാൽ ഞാൻ അതൊന്നും ചെയ്തു കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ബെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് കാര്യം ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകളും നമ്മളെ ഹേർട്ട് ചെയ്യാനായിട്ടായിരിക്കും നോക്കുക. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ചില ഫാമിലീസിൽ തന്നെ നിന്റെ കുറ്റാണ് അല്ലെങ്കിൽ നിന്റെ തെറ്റാണെന്നൊക്കെ പറയാനായിട്ട് കുറെ ആളുകളുണ്ടാവും. അപ്പൊ ഇവരുടെ ഇടയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ബൗണ്ടറി വെക്കാം. നമ്മൾ എന്തിനാ അവര് പറയുന്നത് കേൾക്കണേ അല്ലെ? നമ്മൾ അവരായിട്ട് തല്ലുപിടിക്കാനോ വഴക്കിടാനോ ഒന്നും പോകണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളൊരു ക്ലിയർ ആയിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരാ പറയുന്നത് അവരുടെ തന്നെ സ്വഭാവത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അവർ കാണിക്കുന്നത്. അത് അവർ പ്രൊജക്ട് ചെയ്യുന്നത്, അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ അവർ പ്രൊജക്ട് ചെയ്യുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതൊരിക്കലും നമ്മളുടെ തെറ്റല്ല. അവരുടെ സ്വഭാവത്തിനെയാണ് അവരവിടെ റിഫ്ലക്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ ചെറിയ ഇപ്പോ നമ്മൾ നോക്കുമ്പോഴേ അപ്പുറത്തെ വീട്ടിലെ കുട്ടി A+ കിട്ടിയപ്പോഴേക്കും അവിടെ വീട്ടിൽ ഭയങ്കര ആഘോഷമാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും, എന്റെ കുഞ്ഞിന് ഇങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മളുടെ കുഞ്ഞ് ഒരു ഐ കോണ്ടാക്ട് നമുക്ക് തന്നാൽ തന്നെ അത് ഏറ്റവും വലിയ വിജയമായിട്ട് തന്നെ കാണാം. അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അല്ലാതെ നമുക്ക് അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ അത് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കണം. ഓക്കെ, പിന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മളൊരു സേഫ് പ്ലേസ് കണ്ടെത്താം. നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരുമ്പോഴോ ബുദ്ധിമുട്ട് വരുമ്പോഴോ ഈ ഒരു സ്ഥലത്തിരുന്നാൽ ഞാൻ കുറച്ച് കംഫർട്ട് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സേഫ് പ്ലേസ് നമ്മളായിട്ട് തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ നമ്മളുടെ ബോഡി ഇടയ്ക്ക് സ്ട്രെച്ചസ് ഒക്കെ ചെയ്യുക. കാരണം നമ്മളുടെ മനസ്സിൽ വരുന്ന സ്ട്രെസ്സും ടെൻഷൻസും പേടിയും സങ്കടവും ഇതൊക്കെ നമ്മളുടെ ബോഡിയുടെ ഓരോ ഭാഗങ്ങളിലായിരിക്കും ഉണ്ടാവുക.
ഓക്കെ, ഓരോ ഭാഗങ്ങളിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ ഇതിനെ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കെങ്കിലും, അത് അധികം സമയം വേണ്ട, ഒരു 2 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സ്ട്രെച്ചസ് ചെയ്യുക, കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യുക. മീൽസ് ഒരിക്കലും സ്കിപ്പ് ചെയ്ത്, ചിലപ്പോൾ കുഞ്ഞിന്റെ ഒരു കാര്യം നോക്കാൻ പോയപ്പോഴേക്കും ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് കരുതി ഇനിയിപ്പോ കഴിക്കണ്ട, ഇനി രാത്രി കഴിക്കാലോ എന്ന് ഓർത്ത് നിൽക്കരുത്. അങ്ങനെ നമ്മള് മീല് സ്കിപ്പ് ചെയ്ത് കുഞ്ഞിന്റെ കാര്യം കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ വന്ന് ഭക്ഷണം കഴിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങക്ക്? ഇല്ല ബോറൊന്നും അടിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഡീപ് ബ്രീത്തിങ് ചെയ്യുക. ഓക്കെ, നമ്മൾ വിചാരിക്കും ഈ ഡീപ് ബ്രീത്തിങ്, ചില പാരന്റ്സ് ഇങ്ങനെ പറയേ, എന്തിനാ ഈ ബ്രീത്ത് ചെയ്യണം, ഞാൻ ഫുൾ ടൈം ശ്വസിച്ചുകൊണ്ട് തന്നെ അല്ലേ ഇരിക്കുന്ന, ഞാൻ ശ്വാസം എടുക്കുന്നുണ്ട്, ഞാൻ ശ്വാസം വിടുന്നുണ്ട് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഡീപ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മള് കോൺഷ്യസ്ലി നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മളെ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്യാം. ഈ കൺട്രോൾ ചെയ്യുമ്പോഴേക്കും അതിലൊരു റിതം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കടലിന്റെ ഒക്കെ അടുത്ത് പോവില്ലേ, കടലിന്റെ അടുത്ത് പോകുമ്പോഴേക്കും നമുക്ക് എന്താ ഇത്തിരി ഒരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നില്ലേ? അതെന്താന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ക്ലൈമറ്റ് മെയിൻ കാര്യം. പിന്നെ ആ ഒരു വേവ്സിലെ, ആ വേവ്സ് വന്ന് കരയിലടുത്ത് ഇങ്ങനെ പോകുന്ന സമയം നമുക്കൊരു റിതം ഫീൽ ചെയ്യാൻ പറ്റും. ഇതുവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു റിതം ഉണ്ട്. നമ്മളിപ്പോ കണ്ണിങ്ങനെ അടക്കില്ല, അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൺപീൽ ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോഴേക്കും ഇൻവോളണ്ടറി ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു റിതം ഉണ്ട്. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഇതിനൊക്കെ ഒരു റിതം ഉണ്ട്. എവിടെയാണോ റിതം ഉള്ളത് അവിടെ റിലാക്സേഷൻ വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിത്തിരി സമയം, അധിക സമയമൊന്നും വേണ്ട, 1 മണിക്കൂറൊന്നും ആവശ്യമില്ല, ഒരു 3 മിനിറ്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡീപ് ബ്രീത്തിങ് ചെയ്യുക. ശ്വാസം എടുക്കുക, നമ്മളത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് വിട്ടിരിക്കുക, ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, അങ്ങനെ ഇൻഹെയിൽ എക്സെയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യുക. ഓക്കെ, ഫ്രഷ് എയർ ആസ്വദിക്കുക. എപ്പോഴും നമ്മൾ ചിലപ്പോൾ കുഞ്ഞിനെ പുറത്തേക്ക് പോവോ അങ്ങനെയൊക്കെ പേടിച്ച് ചിലപ്പോൾ അകത്ത് തന്നെ ആണെങ്കിലും ഒരിത്തിരി സമയം, ചിലപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്ന ഒരു സമയം ഉണ്ടാവില്ലേ, ആ സമയം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക, ഫ്രഷ് എയർ ശരിക്കും ഒന്ന് ആ ഒരു എയർ ബ്രീത്ത് ചെയ്യുക. പിന്നെ നമ്മുടെ കയ്യിൽ സ്ട്രെസ് ബോളോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കുക. കാരണം നമുക്ക് ദേഷ്യം വരുന്ന സമയം നമ്മൾ പറഞ്ഞു ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകും. അപ്പോ അത് ചിലപ്പോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതിനൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നമ്മുടെ കയ്യിലൊരു തലയണയോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ബോളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു പോയിന്റ് എത്തി കഴിയുമ്പോൾ ഈ ദേഷ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്ട്രെസ് ബോളിലോ തലയണയിലൊക്കെ തീർക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, ഇപ്പൊ എനിക്ക് ദേഷ്യം വന്നു എന്ന് കരുതുക, ദേഷ്യം വരികയാണെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്ന് നമ്മളൊന്ന് കിക്ക് ചെയ്യണ പോലെ കാലും കൊണ്ട് നമ്മളിങ്ങനെ കിക്ക് ചെയ്യില്ലേ, അതേപോലെ ഒന്ന് ചെയ്യാം. ഒരു 5 പ്രാവശ്യം 2 കാലും കൂടി മാക്സിമം ശക്തി ഉപയോഗിച്ച് കിക്ക് ചെയ്യുന്ന പോലെ കാണിക്കാം. നമുക്ക് ദേഷ്യം അപ്പൊ തന്നെ കുറഞ്ഞു വരും. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും, അവർക്ക് എന്തോരം ഹേർട്ട് ഉണ്ടാക്കുന്നു നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ നമുക്ക് മസിൽ റിലാക്സേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചു നേരം ഒന്ന് നിവർന്ന് കിടന്ന് ഓരോ മസിൽസിനെയും ഫോക്കസ് ചെയ്ത്, ഇപ്പൊ കാൽഭാഗമാണെന്ന് വിചാരിച്ചു, അപ്പൊ കാലിനെ കുറച്ച് ഫോക്കസ് ചെയ്ത് കാല് ടൈറ്റ് ആവുന്ന പോലെ ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് റിലീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓരോ മസിൽസിന്റെ ഭാഗങ്ങളിലും നിങ്ങൾക്ക് അതേപോലെ ചിന്തിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ അതും ഈ ടെൻഷൻസ് റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ത് ഇമോഷൻസ് ആയിക്കോട്ടെ, ഇതിങ്ങനെ ആരോടും പറയാതെ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില സമയങ്ങളിൽ ഇത് പുറത്തേക്ക് തന്നെ എക്സ്പ്രസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളോടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വെന്റ് ഔട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ എഴുതുമ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുന്നത്, അങ്ങനെ ചെയ്യാം. ഏത് രീതിയിലാണെങ്കിൽ പോലും എങ്ങനെ നിങ്ങൾക്ക് അത് പ്രോസസ് ചെയ്യാൻ കഴിയും ആ രീതിയിൽ അതിനെ ഉപയോഗിക്കാം. ഇപ്പൊ അതും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ അറിയണം എന്നൊന്നുമില്ല, എന്നാൽ പോലും കുറച്ച് നിറങ്ങളും ഒരു പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഈ പെയിന്റ് ജസ്റ്റ് ബ്രഷിൽ മുക്കിയിട്ട് ഒന്ന് പെയിന്റ് ചെയ്യുക. പടം അല്ലെങ്കിൽ ഇന്നൊരു ചിത്രമായി വരണം എന്നൊന്നുമില്ല, അതും നമ്മളുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒരു ഇത്തിരി കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് ഒക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചാൽ നല്ലതാണ്. കാരണം ചില സമയത്ത് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമ്പോൾ ആരും ഇല്ല എനിക്ക് പറയാൻ എന്നൊക്കെ തോന്നുന്ന ഒരു സമയം വരില്ലേ. അപ്പോ ചിലപ്പോ നമ്മളൊരു അടുത്ത ദിവസം രാവിലെ ചിലപ്പോ ഒരാളോട് സംസാരിക്കാൻ കഴിയുമായിരിക്കും, അപ്പൊ നമുക്ക് കുറച്ച് ഓക്കെ ആവും. പക്ഷെ ഇന്ന് രാത്രി നമുക്ക് കഴിച്ചു കൂട്ടണം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുറച്ചൊരു കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് പുതച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു റിലാക്സേഷൻ തരാൻ പറ്റും. ഓക്കെ,
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇനി നമുക്ക് ഒന്നും നമ്മളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. കാരണം ചില സമയത്ത് നമ്മൾ ഈ സപ്രസ് ചെയ്ത ഇമോഷൻസ് ഇല്ലേ, അത് നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചിലപ്പോൾ എത്തിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചില സൂപ്പർ ഹീറോസിനൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ സിനിമയിൽ, ഈ കാർട്ടൂൺസിലൊക്കെ അവരുടെ സൂപ്പർ പവേഴ്സ് ഒക്കെ ജസ്റ്റ് അവരെ കാണുമ്പോൾ മനസ്സിലാവോ? അവരെന്തെങ്കിലും പ്രശ്നം വരുമ്പോ അവരവരുടെ സൂപ്പർ പവേഴ്സ് ഒക്കെ ഉപയോഗിക്കും. അതേപോലെയല്ലേ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ക്ഷമ, പേഷ്യൻസ്, പിന്നെ അഡാപ്റ്റബിലിറ്റി, ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ പാരന്റ്സിനുള്ളത് അല്ലെ? ആ കുഞ്ഞിനെ നോക്കാൻ ഉള്ള ഒരു മനസ്സൊരു എമ്പതി, ഇതൊക്കെ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ആ സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കുക, അത് മറ്റാർക്കും ഉണ്ടാവില്ല. ഓക്കെ, ആ സ്ട്രെങ്ത്തിനെ നിങ്ങൾ അത് റെക്കഗ്നൈസ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇതൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന മറ്റൊരു പാരന്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ അതിന് നിങ്ങൾ സ്ട്രെങ്ത് കണ്ടുപിടിച്ച് നിങ്ങൾ ഓക്കെ ആവണം. അതാണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കപ്പിൾസിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ പാരന്റ്സ് മാത്രമല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കുഞ്ഞിന്റെ പേരിൽ അച്ഛനും അമ്മയും കൂടി വഴക്കിടുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളൊരു പാരന്റ്സ് മാത്രമല്ല, നിങ്ങളൊരു കപ്പിൾസും കൂടിയാണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അതൊരു ക്വിക്ക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ പോലും മതി. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്നാണെങ്കിൽ ആ 5 മിനിറ്റ് നിങ്ങൾ പരസ്പരം സംസാരിക്കാനായിട്ട്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആയിട്ടൊക്കെ വേണ്ടി നിങ്ങൾ അത് ഉപയോഗിക്കുക. പറ്റുന്ന ആളുകളൊക്കെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിനെ ഹഗ് ചെയ്തിട്ട് എന്താ പറയാ, ഉറങ്ങാനായിട്ട് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഓരോ ഹസ്ബൻഡ് വൈഫിനെയും അതുപോലെ വൈഫ് ഹസ്ബൻഡിനെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമല്ല എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കൂടുതൽ ആരാണ് നോക്കിയേ, അല്ലെങ്കിൽ ഇങ്ങനെ പറയേ താൻ നോക്കണമൊന്നുമില്ല, ഞാൻ വേണം എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഫൈറ്റ് ഒക്കെ വരും. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ പാരന്റ്സ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ചിലപ്പോൾ നമ്മളുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് ആളായിരിക്കും നോക്കി. ഇപ്പൊ നമ്മളുണ്ട്, അപ്പൊ കുറച്ച് ഡ്യൂട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇൻ കേസ് നമ്മളൊരു സിംഗിൾ പാരന്റ് ആയിട്ടാണ് കുഞ്ഞിനെ നോക്കുന്നതെങ്കിൽ അത് മതി. നമുക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നമ്മളുടെ സ്ട്രെങ്ത് നമ്മൾ തന്നെ ഗെയിൻ ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അതും നിങ്ങളുടെ സ്ട്രെങ്ത്തിന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ കരിയറിന്റെ കാര്യം ഓർത്തൊക്കെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതും നമ്മൾ ആലോചിക്കുക. കരിയർ നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ കുഞ്ഞിന്റെ കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കരിയറിന് നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം അവരങ്ങനെ നടക്കുന്നു, ഇവരിങ്ങനെ പോകുന്നു, അത് വരും, ഉറപ്പാണ്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ വന്നാണ് നമുക്ക് അഗ്രഷനിലേക്ക് പോവാ. പക്ഷെ എന്നാൽ പോലും കമ്പയറിങ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി കുറച്ച് സമയം എന്ത് ചെയ്യാ, നമ്മൾ ആലോചിക്കുക. ദേഷ്യമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എനിക്ക് എന്റെ കുഞ്ഞിനെ ഇഷ്ടമാണ് എന്നുള്ളത് നമ്മൾ മെയിൻലി അത് ഏറ്റവും മുമ്പിൽ കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ആക്ടിവിറ്റീസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്ട്രെസ് ബോൾ സ്ക്വീസ് ചെയ്യാനോ കിക്ക് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും മാക്സിമം നമ്മൾ ഈ കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമ്മളൊന്ന് ജേർണൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. എന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുന്നേ ജസ്റ്റ് ഒന്ന് എഴുതുക. അപ്പൊ ഇതിൽ എഴുതേണ്ട കാര്യം അന്ന് രാവിലെ മുതൽ എന്ത് നടന്നു എന്നുള്ളതൊന്നല്ല, ഇന്ന് എനിക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയ സന്തോഷം ഇന്നത്തെ ഈ ദിവസം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം, കുഞ്ഞിന്റെ പേര് വിളിച്ചപ്പോ കുഞ്ഞ് നോക്കിയിട്ടുണ്ടാവും. അത് മറ്റുള്ളവർക്ക് ചെറുതായിരിക്കും, പക്ഷെ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും സന്തോഷം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നോ? ഇന്ന് ഞാൻ എന്റെ കുഞ്ഞായിട്ട് എങ്ങനെയാ കണക്റ്റഡ് ആയത്? അല്ലെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഒരു ചാലഞ്ച് എന്തായിരുന്നു? ഞാൻ അതിനെ എങ്ങനെയാ ഫേസ് ചെയ്തത്? നമ്മളുടെ തന്നെ സ്വന്തമായിട്ടുള്ള പോസിറ്റീവ് റിഫ്ലക്ഷൻസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജേർണൽ എഴുതുക. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എഴുതാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആവാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പറയാലോ, ഞാൻ എന്നോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഇന്ന് എന്റെ കുഞ്ഞ് അത്രയും ബഹളം ഉണ്ടാക്കിയപ്പോഴേക്കും ഞാൻ അത്രയും നേരം ഞാൻ ക്ഷമയോടെ തന്നെ നിന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതെന്റെ കഴിവാണല്ലേ, അതെന്റെ ഗ്രേറ്റ്ഫുൾ ആവണം. ഞാൻ എന്നോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഒരു നിമിഷം. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാം. ചിലപ്പോ ഞാൻ എനിക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം ചെലവഴിച്ചു,
അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമ്മൾ അതിനു വേണ്ടി സമയം ചെലവഴിച്ചു എന്നുള്ളത് നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു സംഭവം. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ഇത് അന്നത്തെ ഒരു ദിവസം ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് എഴുതി പെട്ടെന്ന് നിങ്ങൾ ഡൗൺ ആയി പോയ സമയത്ത് ചിലപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ഇത് എടുത്തു നോക്കുമ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലാവുക. ഓക്കെ, അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് തോന്നേ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്തു. നമ്മൾ ഇതേപോലെ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുണ്ടാവുക ഉറപ്പാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ അതിന്റെ കുറെ ദിവസങ്ങൾ കടന്നുപോയി, നമ്മൾ വേണ്ടത്ര സപ്പോർട്ട് നമ്മുടെ കുഞ്ഞിന് കൊടുത്തു അല്ലെ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നെഗറ്റീവ് സൈഡിലേക്കല്ല, മറിച്ച് പോസിറ്റീവ് സൈഡിലേക്ക് കുറച്ചും കൂടി ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് മാത്രം ചിന്തിക്കാൻ പാടുള്ളൂ എന്നല്ല, നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, കാരണം നമുക്ക് സങ്കടവും ദേഷ്യം ഇതൊക്കെ നമുക്ക് തോന്നും. മനുഷ്യരായത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഇമോഷൻസും നമുക്ക് തോന്നും. എസ്പെഷ്യലി പാരന്റ്സിന് സങ്കടം തോന്നുന്നത് കൂടുതലാണ്. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സങ്കടം തോന്നുന്നത് ഓക്കെ, പക്ഷെ ഈ സങ്കടം നമ്മുടെ കൂടെ ഒരു കമ്പാനിയൻ ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് കമ്പാനിയൻ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായി എന്ത് പറ്റുന്ന വെച്ചാൽ, ഇത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഇമോഷണലി ഡ്രെയിൻ ചെയ്തെടുത്ത് നമുക്കൊരു ശക്തി ഇല്ലാതെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു കണ്ടീഷനിലേക്ക് മാറ്റും. ഓക്കെ, നമുക്കറിയാം നമ്മൾ സങ്കടപ്പെട്ടിരുന്ന ഈ ഒരു കണ്ടീഷൻ മാറാൻ പോകുന്നില്ല അല്ലെ. പക്ഷെ നമ്മൾ ഈ ഒരു ഫോക്കസിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സങ്കടപ്പെടണം എന്നുള്ള ഒരു ഫോക്കസിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രോളിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് എന്താ സംഭവിക്കുക, നമുക്ക് അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ സാഡ്നെസ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് രണ്ടും എങ്ങനെ നമുക്ക് ബാലൻസിൽ കൊണ്ടുപോകാന്നുള്ളത്, നമ്മുടെ ഇമോഷൻസും നമ്മുടെ ആക്ച്വൽ ലൈഫും കൂടി നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം, അതിന്റെ തമ്മിലുള്ള ഒരു ബാലൻസ് കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയി വളരാനായിട്ട് നമുക്ക് പറ്റും. ആസ് എ പാരന്റ് നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കാൻ പറ്റും. പിന്നെ ഇതിൽ പറയേണ്ട ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചില പാരന്റ്സ് ഇതുപോലെ അവർക്ക് പുറത്ത് പോകണം എന്നാണെങ്കിൽ കുഞ്ഞുങ്ങളെ ആരെങ്കിലും വീട്ടിലൊക്കെ ആക്കിയിട്ട് പോകും. പക്ഷെ അവര് നെക്സ്റ്റ് ടൈം ചിലപ്പോൾ നമ്മളോട് പെരുമാറുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് ആക്കുകയാണെങ്കിൽ, ഈവൻ നമ്മളൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്റേഴ്സ് അങ്ങനെയൊക്കെ നമ്മൾ ആക്കി കഴിയുമ്പോഴേക്കും അവർക്ക് അതൊരു ഓവർ ബേർഡൻ ആയിട്ട് കൊടുക്കാതിരിക്കാൻ പാരന്റ്സും കൂടി ശ്രദ്ധിക്കുക. കാരണം അവർക്ക് അതൊരു ഓവർ ബേർഡൻ ആയി തുടങ്ങുമ്പോഴേക്കും അവര് നമ്മളോടൊരു നീരസം കാണിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പാരന്റ് ആയിട്ട് നിൽക്കുന്ന സമയം നിങ്ങളോട് ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കാന്ന് വിചാരിക്കാം. അപ്പൊ വേറൊരു ആള് പറയാണ് നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ പറയും കുഞ്ഞിനെ നോക്കണ്ടേ എന്ന് പറഞ്ഞാൽ അവര് പറയും അതിനെന്താ കുഞ്ഞിനെ നോക്കിക്കോ, ഇതിന്റെ കൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ നോ പറയാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഞാൻ ചെയ്യാന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും നമ്മളുടെ കാര്യങ്ങളെ വേണം പ്രയോറിറ്റൈസ് ചെയ്യാൻ. അല്ലെങ്കിൽ മറ്റേ ആൾ എന്ത് വിചാരിക്കും എന്ന് ഓർത്തിരുന്ന അവര് വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മളെ കുറച്ചും കൂടി സ്ട്രെങ്തി ആക്കാന്നുള്ളതാണ്. കുറെ പേര് തളർത്താനുണ്ടാവും, പക്ഷെ അതിലൊന്നും നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ മാക്സിമം അത്രയും തന്നെ സ്ട്രെങ്ത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ. അപ്പോ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, പറ്റുകയാണെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ടൈം ഒരു ഹീലിംഗ് സെഷൻ പോലെ പാരന്റ്സിന് വേണ്ടിയിട്ട് കൊടുക്കാന്നുള്ളത്. ഓക്കെ, അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കൊന്നും പറയാനില്ല? താങ്ക് യു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചു. അത് നോർമലി ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ പ്രഗ്നൻസി ടൈമിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റലി ഒരു ഭയങ്കര പ്രോബ്ലംസ് ഉള്ള പാരൻസിന് അവര് മീൻസ് അവർക്കുണ്ടാവുന്ന കുട്ടികൾ ഇതുപോലെ ഇങ്ങനെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നത്, അതിന്റെ പിൻ നമ്പർ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അങ്ങനെയാണ് സാധാരണ കോസസ് വരുന്നത്.
ഇപ്പൊ നമ്മളിപ്പോ അത് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് അധികം ഡീറ്റെയിൽ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും മിക്ക എന്താ പറയാ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരുന്നത് പ്രഗ്നൻസി സമയത്താണ്. നമ്മൾ അതിന്റെ ഒരു ഡയഗ്നോസിസിന്റെ ഒരു പ്രോസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രഗ്നൻസി സമയത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല, അതിൽ എഴുതിക്കുന്ന ഫാക്ടേഴ്സിൽ അതിൽ ഒരു കാരണം പ്രഗ്നൻസി സമയത്ത് അവരനുഭവിക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനൊക്കെ അഫക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. മാം എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. ആ ചോദിച്ചോ. ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലുള്ള കുട്ടികളില്ല, അത് പ്രഗ്നൻസിയിൽ മാനസിക സമ്മർദ്ദം കൂടുതലായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുന്നതാണോ? അല്ല, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ? ഹൈപ്പർ ആക്റ്റീവ്നെസ്സും ചില കുട്ടി മിക്കതും ഈ പ്രഗ്നൻസി റിലേറ്റഡ് തന്നെയാണ്. പിന്നെ ചിലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാനേജബിൾ ആണ് ആക്ച്വലി. ഈ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന എന്താ പറയുക ഈ ഇതുപോലത്തെ സമ്മർദ്ദങ്ങള് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലും പേടി, ഇതൊക്കെ ഈ ADHDക്കും കാരണമാവാറുണ്ട്. അതെല്ലാം നമ്മൾ ഈ പ്രഗ്നൻസി, അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞത് മിക്ക പാരന്റ്സിനും ഫീൽ ചെയ്യാ ഈ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എന്റെ ഭാഗത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ കുഞ്ഞിനിങ്ങനെ ഉണ്ടായത്, ആ ഒരു ഫീൽ ഉണ്ടാവുന്ന കാരണം തന്നെ ഡോക്ടേഴ്സ് പറയും ഇങ്ങനെ പ്രഗ്നന്റ് സമയത്ത് ഉണ്ടാവുന്ന ഫാക്ടേഴ്സ് ആണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ADHD ഒക്കെ അങ്ങനെ വരുന്നത് തന്നെയാ. ADHD, ലേണിംഗ് ഡിസബിലിറ്റി, അതൊക്കെ. മാം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതാണോന്ന് എനിക്കറിയില്ല, എന്നാലും ആ. എന്റെ മോന് 12 വയസ്സായേ. ഉം. പക്ഷെ ഭയങ്കരമായിട്ടും സ്കൂളിൽ നിന്ന് ഇടയ്ക്കിടെയുള്ള ഫോൺ കോളും പിന്നെ ഭയങ്കര ആൾക്കാർക്ക് വെറുപ്പിക്കുന്ന കുരുത്തക്കേടും. ഈ മാനസിക സമ്മർദ്ദം എന്ന് വെച്ചാല് എക്സ്ട്രീം ലെവലിലാണ് ഇപ്പൊ ഞാനുള്ള. ഈ സംസാരവും ഈ ക്ലാസ് കേൾക്കലും ഭയങ്കര ഡിപ്രഷൻ ചെയ്യും. അങ്ങനെ കോഴിക്കോട് ഡോക്ടറെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ഒരു 10 ദിവസമായി. ഫസ്റ്റ് കുട്ടി എന്ന് വെച്ചാല് പുതിയ നമ്മളെ വണ്ടിയില്ലേ, എന്താ പറയാ ആ വണ്ടിന്റെ പേര് ഓർമ്മ, ആ ജീപ്പ്, താറ്. ആ പുതിയ വണ്ടി നമ്മുടെ നാട്ടിലൊരാള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പുതിയ വണ്ടി അവിടെ നമ്പർ ആവാത്ത വണ്ടിയാണ്. ഈ കുട്ടി അതിൽ സ്ക്രാച്ച് ചെയ്ത് ഇങ്ങനെ. ആ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കുക. പക്ഷെ ആ വ്യക്തി നല്ലതായതുകൊണ്ടും നമ്മൾ അറിയാവുന്നതുകൊണ്ടും അവര് ആ കുട്ടിയെ ഒന്നും തല്ലാനൊന്നും പോകണ്ട, കുട്ടിക്ക് ഈ വണ്ടിയിൽ വരക്കണ്ട എന്നുള്ളൊരു ഉപദേശം കൊടുത്താൽ മതി എന്ന് അവര് നൈസായിട്ട് നമ്മളോട് വന്ന് പറഞ്ഞു പോയി, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു വണ്ടിയിൽ എഴുതിയാലുള്ള ഒരു അപ്പൊ ഞാൻ കുട്ടിയെ എന്താ ചെയ്യാ, എനിക്കൊന്നും അറിയുന്നില്ല മാം. ഓക്കെ, അതെന്താന്നറിയോ, ചിലപ്പോ അത് നമ്മളൊന്ന് അസസ് ചെയ്യണം. അസസ് ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാൻ ഇന്നൊരു പ്രശ്നം ഉണ്ടായി. ഇന്ന് രാവിലെ സ്കൂളിൽ നിന്ന് വിളിച്ചു ടീച്ചർ വിളിച്ചറിഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് സ്കൂളിൽ വരണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്താണ് കാര്യം എന്ന് വെച്ചപ്പോ അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുട്ടി ഒരു 60 രൂപന്റെ ചോക്ലേറ്റ് മോഷ്ടിച്ചു. അപ്പൊ ഇതല്ല, വേറൊരു കുട്ടി പിന്നെ ഒരു തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടായി. അപ്പൊ ഒരു പ്രാവശ്യം അവൻ ഇവന്റെ ഒപ്പം പോയതാണ്. എന്നാലും എനിക്ക് എന്റെ കുട്ടീനെ അറിയാലോ. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ദിനം ഇടക്കിടക്ക് നേരിടേണ്ടി വരുന്ന ഒരു അമ്മയാണ്. എന്നെ കൊണ്ട് പറ്റുന്നില്ല മാനേജ് ചെയ്യാൻ. എന്ത് ചെയ്യണം, എങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കണം, ഈ കുട്ടീനെ എങ്ങനെ ശരിയാക്കണം? ഈ കോഴിക്കോട് കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നോ ആ ഒരു സമയത്തെങ്കിലും? അല്ല, ഭയങ്കര കുട്ടി നല്ല ഉഷാറാണ്, സ്മാർട്ടാണ്. എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്താൽ എല്ലാ പ്രോഗ്രാമിലും ഫസ്റ്റ് വാങ്ങുന്ന കുട്ടിയാണ്. പുസ്തകം നോക്കി വായിച്ചില്ലെങ്കിലും A+ഉം B+ഉം നല്ല മാർക്കൊക്കെ ഉണ്ട് ഇവനിക്ക്. ബുദ്ധിയിലൊന്നും. അപ്പൊ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് സാറ് പറഞ്ഞത് കുറച്ചും കൂടി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയാണ്, നമുക്ക് ഇതിനെ കറക്റ്റ് ആക്കി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും. അത് പേടിക്കണ്ട, അത് നമുക്ക് ഓക്കെ ആക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് അതൊന്ന് അസസ് ചെയ്യണേ, എന്നാലും നമുക്കത് പറയാൻ പറ്റുള്ളൂ. എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് അയക്കാവോ? എന്റെ നമ്പർ ഉണ്ടോ? ഇല്ല, നമ്പർ ഇല്ല. പക്ഷെ എന്റെ കുട്ടീനെ ഇല്ല, എന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ളവർക്ക് മിസ്യൂസ് ചെയ്തു, നല്ലോണം മിസ്യൂസ് ചെയ്ത ആ കുട്ടീനെ. ഞാൻ ഈ അടുത്താണ് അത് പിടിച്ച. ഭയങ്കര മിസ്യൂസ് ചെയ്തിട്ട് ഞാൻ അവർക്ക് വാണിംഗ് ചെയ്തിട്ട് ഞാൻ ഷാർപ്പായിട്ട് ആ ഒരു ലെവൽ പണിഷ്മെന്റ് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് അവര് പൈസ കൊടുക്കും, മിസ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ട്രാജഡിയും കൂടി ഉണ്ട് അതിന്റെ അടുത്ത്. കുട്ടിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഒന്ന് മെസ്സേജ് അയക്കും, ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ നമ്പർ ചാറ്റിൽ ഇടുന്നുണ്ട്, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ.
താങ്ക് യു മാം, താങ്ക് യു. സേവ് ചെയ്തേക്ക്. ഓക്കെ എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ, ശരി മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് മാം. ഞാൻ പറഞ്ഞു. സംസാരിച്ച വിഷയവുമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കുട്ടിക്ക് അവർക്ക് 25-26 വയസ്സേ ഉള്ളൂ അവക്ക്. പക്ഷെ ഇങ്ങനെ ഡിസ്ബിലിറ്റി ഉള്ള കുട്ടിയാണ് അവള്. പക്ഷെ ആ കുട്ടീനെ അവള് കെയർ ചെയ്യുന്നത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് പലപ്പോഴും. ആ കുട്ടീനെ അവളെല്ലാ ഇടക്കിടക്ക് വീക്കിലി യാത്ര പോവും, നല്ല ഫുഡ് വാങ്ങിക്കൊടുക്കും. എന്തൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റും ആ കുട്ടീനെ. അവള് ചെയ്യുന്ന കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നലുണ്ട്. ചിലപ്പോ അവള് അഭിനന്ദിക്കലുണ്ട് വിളിച്ചിട്ട്, ണ്ട്. പിന്നെ കുട്ടീനെ അക്കരെ ഫൗണ്ടേഷൻ നട്ടിട്ടുണ്ട്. ഈ കുട്ടികളെ, ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കണം. അവിടെ അവിടെ എത്ര 3,000-4,000 കൊടുക്കണം മന്ത്ലി. എന്നാ പോലും കുറേ ലോങ് ആണ്. എന്നാ പോലും ഇവൾ അത്ര റിസ്ക് എടുത്തിട്ട് ആ കുട്ടീനെ കൊണ്ടുപോയി പ്രോഗ്രാമിലും ഒക്കെ ചെയ്തിട്ട് ആ കുട്ടി അങ്ങനെ ഒരു കുറവുള്ള ഒരു ഇതായിട്ട് അവളൊരു മാനസികാവസ്ഥയിലും കാണിക്കാണ്ട് എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവും എനിക്ക് മനസ്സിലാവും. എന്നാലും അവളിൽ എനിക്ക് അഭിമാനമുണ്ട്. അപ്പോ ആ ഒരു കാര്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതെ അതെ. ഓക്കെ, ആ നമ്പർ സേവ് ചെയ്തായിരുന്നോ? സേവ് ചെയ്തു. ഞാൻ ഇന്നിപ്പോ രാത്രിയല്ലേ മാഡം ഉറങ്ങാനോ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടാവും. അപ്പൊ നാളെ എപ്പോഴാ കോണ്ടാക്ട് ചെയ്യേണ്ടെന്ന് പറയാമോ? അതിപ്പോ കുഴപ്പമില്ല. ഇപ്പൊ മെസ്സേജ് ഇപ്പൊ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ഫ്രീയാവുന്ന പോലെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കോ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. താങ്ക് യു സോ മച്ച്. Thank you, mom. Good night. Okay, good night.